ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ എക്സലിലെ രണ്ടാമത്തെ മോഡ്യൂളായ ഫോർമുലാസ് ഫംഗ്ഷൻസ് ആൻഡ് ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അത് നമുക്കറിയാം എക്സൽ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്. അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫോർമുലാസ് അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ചാർട്ട് മുതലായ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ അനലൈസിങ് ദ ഡേറ്റ ആൻഡ് മാനിപ്പുലേഷൻ ടെക്സ്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇൻ എനി സ്പ്രെഡ്ഷീറ്റ്. അതായത് ഡേറ്റ വിശകലനവും അതുപോലെ തന്നെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ടെക്സ്റ്റുകളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും വിശകലനം ചെയ്ത് പഠിക്കുന്നതും നമ്മുടെ സ്പ്രെഡ്ഷീറ്റിന്റെ വലിയൊരു ഫംഗ്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു സവിശേഷത തന്നെയാണ്. അതിന് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് എക്സലിലെ വ്യത്യസ്തമായിട്ടുള്ള ഫോർമുലാസ്, ഫംഗ്ഷനുകൾ, ചാർട്ടുകൾ മുതലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എക്സലിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ, വ്യത്യസ്ത സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്ത തലങ്ങളിലായിട്ട് നമുക്ക് ഡേറ്റയെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്ത് പഠിക്കാൻ പറ്റും. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മുടെ എക്സൽ ഡേറ്റാബേസിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിൽ സെൽ റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന രീതിയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സെൽ റെഫറൻസ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എത്ര രീതിയിലാണ് പ്രധാനമായിട്ടും സെൽ റെഫറൻസ് ഉള്ളതെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, സെൽ റെഫറൻസ് ഇസ് ദ ഫോർമാറ്റ് യൂസ്ഡ് ഫോർ അഡ്രസ്സിംഗ് എ പർട്ടിക്കുലർ സെൽ. ഈച്ച് സെൽ ഈസ് ക്രിയേറ്റഡ് അറ്റ് ദ ക്രോസിംഗ് ഓഫ് റോ and column. Therefore, every cell can be uniquely addressed using column and row number. Okay, അതായത് ഈ എക്സൽ ഷീറ്റിന്റെ അകത്ത് ഓരോ സെല്ലുകളെയും അഡ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓരോ സെല്ലിൽ കിടക്കുന്ന ഡേറ്റയും നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്, അഥവാ സെൽ നെയിം എന്ന് പറയുന്നത്. ആ ഡേറ്റ കിടക്കുന്നത് ഏത് സെല്ലിലാണോ ആ സെല്ല് ഏതൊക്കെ കോളവും ഏത് റോയും ചേർന്നാണോ ഇന്റർഗ്രേറ്റ് ചെയ്താണ് ഉണ്ടായിരിക്കുന്നത്, ആ റോയുടെയും ആ കോളത്തിന്റെ നമ്പറിനെയാണ് നമ്മൾ സെൽ നെയിമായിട്ട് വിളിക്കുക, അല്ലെങ്കിൽ സെൽ അഡ്രസ് ആയിട്ട് വിളിക്കുക. അപ്പോൾ എക്സലിന്റെ അകത്ത് എത്ര റോയും എത്ര കോളവും ഉണ്ട്, എത്ര സെല്ലുകളുണ്ടോ ഓരോ സെല്ലിന്റെ നെയിം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഓരോ സെല്ലുകളും നിർമ്മിതമായത് വ്യത്യസ്തമായിട്ടുള്ള റോയും വ്യത്യസ്തമായിട്ടുള്ള കോളവും ഇന്റർസെക്ട് ചെയ്താണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സാർ കാണിച്ചു തരാം. ഇവിടെ നോക്കുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സൽ ഷീറ്റാണ് കിടക്കുന്നത്, അതായത് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സൽ ഷീറ്റാണ് കിടക്കുന്നത്. ഈ ഒരു എക്സൽ ഷീറ്റിന്റെ അകത്ത് കുറച്ച് ഡേറ്റാബേസ് കിടക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളുടെ പേര്, ടോട്ടൽ ക്വാണ്ടിറ്റി, ഓരോന്നിന്റെയും റേറ്റ് പെർ യൂണിറ്റ്. ഇനി നമുക്ക് ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ MD ആയിട്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ A എന്ന് പറയുന്ന കോളത്തിലാണ് പ്രധാനമായിട്ടും ഓരോരോ ഐറ്റം കിടക്കുന്നത്. B എന്ന് പറയുന്ന കോളത്തിൽ ക്വാണ്ടിറ്റി കിടക്കുന്നു, ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്നു. C എന്ന് പറയുന്ന കോളത്തിൽ റേറ്റ് പെർ യൂണിറ്റ് കിടക്കുന്നു. D എന്ന് പറയുന്ന കോളത്തിലാണ് ടോട്ടൽ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റ് കിടക്കുന്നത് പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിടക്കുന്നത് A2 എന്ന് പറയുന്ന കോളത്തിലാണ്. ഈ പെൻ എന്ന് പറയുന്ന ഡേറ്റ കിടക്കുന്നത് സെല്ലിന്റെ പേരാണ് A2 എന്ന് പറയുന്നത്. കാരണം എന്താണ്, A എന്ന് പറയുന്ന കോളത്തില് 2 എന്ന് പറയുന്ന റോയില് ആണ് എന്ത് കിടക്കുന്നത്, ഈ പെൻ എന്ന് പറയുന്ന സെല്ല് ഡേറ്റ കിടക്കുന്നത് അല്ലെ. ഈ സെല്ല് എങ്ങനെയാണ് നിർമ്മിതമായിരിക്കുന്നത്, A എന്ന് പറയുന്ന കോളും 2 എന്ന് പറയുന്ന റോയും പരസ്പരം ഇന്റർസെക്ട് ചെയ്ത്, അതായത് പരസ്പരം കൂടിച്ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, ഈ A2 എന്ന് പറയുന്ന ഒരു സെല്ല് ഡേറ്റ ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, A2 എന്ന് പറയുന്ന ഡേറ്റയാണ് എന്തെന്ന് പറയുന്നത് ഈ സെല്ലിന്റെ നെയിം എന്ന് പറയുന്നത്, അഥവാ സെല്ലിന്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ ഈ ഡേറ്റ കിടക്കുന്നത്, പെൻ എന്ന് പറയുന്ന ഡേറ്റ കിടക്കുന്നത് ഏത് സെല്ലാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും, A2 എന്ന് പറയുന്ന സെൽ റെഫറൻസ് ഉള്ള അല്ലെങ്കിൽ സെൽ നെയിം ഉള്ള സെല്ലിലാണ് കിടക്കുന്നത് എന്ന് പറയും. ഓക്കെ, അപ്പൊ എക്സലിന്റെ അകത്ത് ഓരോ ഷീറ്റിലെയും ഓരോ സെല്ലിലേക്ക് കിടക്കുന്ന ഡേറ്റയും അത് ഏത് സെല്ലാണ് കിടക്കുന്നതെന്ന് അഡ്രസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അത് ഒരു കോളവും അത് ഏത് കോളത്തിൽ ആ സെല്ല് ഏത് കോളവും ഏത് റോയും ഇന്റർസെക്ട് ചെയ്താണ് ഉണ്ടായേക്കുന്നത്, ആ കോളത്തിന്റെയും റോയുടെയും നെയിമും അതുപോലെ തന്നെ നമ്പറും കൂട്ടി യോജിച്ചുകൊണ്ടാണ് നമ്മൾ സെൽ നെയിം വിളിക്കുന്നത് അല്ലെങ്കിൽ സെൽ റെഫറൻസ് വിളിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽ റെഫറൻസുകൾ പ്രധാനമായിട്ടും അതിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് 3 രീതിയിലാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേറ്റീവ് സെൽ റെഫറൻസ്, രണ്ടാമത്തേത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്, മൂന്നാമത്തേത് മിക്സഡ് സെൽ റെഫറൻസ്. എന്താണ് ഈ ഓരോ സെൽ റെഫറൻസിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യമാണ് റിലേറ്റീവ് സെൽ റെഫറൻസ്. റിലേറ്റീവ് സെൽ റെഫറൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സൽ ഷീറ്റിന്റെ അകത്തെ റിലേറ്റീവ് ആയിട്ടുള്ള 2 സെല്ലുകൾ തമ്മിൽ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സെയിം തന്നെ, ഒരേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും. അതായത്
എക്സലിന്റെ അകത്തെ ഒരേ റോയിലെ രണ്ട് ഐറ്റംസ് തമ്മിൽ ഗുണിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇക്വേഷൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഒരേ കോളത്തിൽ കിടക്കുന്ന രണ്ട് ഡേറ്റാസ് തമ്മിൽ എന്താണ് പരസ്പരം ഗുണിക്കുകയോ അല്ലെങ്കിൽ ഹരിക്കുകയോ ആ തരത്തിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു റെഫറൻസിനെയാണ് പ്രധാനമായിട്ടും റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് സെൽ റെഫറൻസ് ഈസ് ദ റെഫറൻസ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദി സെൽ ദാറ്റ് കണ്ടെയ്ൻ ദ ഫോർമുല ആൻഡ് ദ സെൽസ് വിച്ച് ഇറ്റ് ഈസ് റെഫർ. അതായത് പരസ്പരം ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന, അതായത് ചിലപ്പോൾ റോ വൈസ് ആയിരിക്കാം രണ്ട് നമ്പർ സെല്ലുകളിലെ ഡേറ്റാസ് ഒരേ പൊസിഷനിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കോളം വൈസ് ആയിരിക്കാം രണ്ട് സെല്ലിലെ ഡേറ്റാസ് ഒരേ പൊസിഷനിൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരേ പൊസിഷനിൽ ഇരിക്കുന്നു ഈ രണ്ട് റോ വൈസ് ഇരിക്കുന്ന സെല്ലിലെ ഡേറ്റാസ് തമ്മിൽ ഗുണിക്കുമ്പോഴോ കോളം വൈസ് ഇരിക്കുന്ന രണ്ട് ഡേറ്റാസ് നമ്മൾ ഗുണിക്കുമ്പോഴോ ഹരിക്കുമ്പോഴോ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സെൽ റെഫറൻസിയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഒരേ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സെല്ലിലെ ഡേറ്റാസ് തമ്മിൽ എന്താണ് ഏതെങ്കിലും ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സെൽ റെഫറൻസിനെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഒരു എക്സൽ ഷീറ്റ് കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പ്രൊഡക്റ്റിന്റെ പേരും ടോട്ടൽ ക്വാണ്ടിറ്റി, റേറ്റ് പെർ യൂണിറ്റ്, പിന്നെ കിടക്കുന്ന കോളം എന്ന് പറയുന്നത് ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കാനുള്ള സ്ഥലമാണ് കിടക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ പേന എന്ന് പറയുന്നത് 10 പീസ് പേനയുണ്ട്. ഒരു പീസ് പേനയുടെ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരാൾ കടയിൽ ചെന്നിട്ട് 5 രൂപ പെർ പീസിന് വിലയുള്ള 10 പേന വാങ്ങിയെന്ന് വരുന്ന ടോട്ടൽ എത്ര രൂപയായിരിക്കണം അയാൾ ആ കച്ചവടക്കാരന് കൊടുക്കേണ്ടത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇങ്ങോട്ട് നോക്കുക, ഇവിടെ പേന എന്ന് പറയുന്നത് 10 പീസാണ്, റേറ്റ് എന്ന് പറയുന്നത് 5 പീസാണ്. പേന എന്ന് പറയുന്നത് 10 എണ്ണമാണ്, റേറ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ് പെർ പീസിന്. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്, അതാണ് എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. 10 പേന ഒരു പേനയുടെ വില 5 രൂപ, ടോട്ടൽ 10 പേന ഉണ്ടെങ്കിൽ എത്ര ആയിരിക്കും ടോട്ടൽ റേറ്റ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 10 ഇൻറ്റു 5 എന്ന് പറഞ്ഞാണ് വേണ്ടത് അല്ലെ. 10 ക്വാണ്ടിറ്റി ഇൻറ്റു ഒരു പേനയുടെ വില ഈസിക്കൽ ടു ടോട്ടൽ റേറ്റ് നമുക്ക് കിട്ടും. അതിനെ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കുന്ന സെൽ എന്ന് പറയുന്നത് നമ്മുടെ D2 എന്ന് പറയുന്ന കോളത്തിലാണ്. ഇനി നോക്കുക, മറ്റൊരു കാര്യം, നമ്മൾ റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ റോയിലെ രണ്ട് പരസ്പര കാര്യങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോഴോ അല്ലെ ഫോർമുലാസ് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? റിലേറ്റീവ് സെൽ റെഫറൻസ് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കി, ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടെ പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്നത് 2 എന്ന് പറയുന്ന റോയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒരു പേനയുടെ വില കിടക്കുന്നത്, ഒരു പേനയുടെ വില പെർ പീസിന്റെ വില 5, അത് കിടക്കുന്നതും എവിടെ തന്നെയാണ്? രണ്ടാമത്തെ റോയിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടും കൂടി ഗുണിച്ചാൽ മതി. ഇവ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ പരസ്പരം ഗുണിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കിടക്കുന്നതും ഫോർമുല ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ, അതായത് ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗുണിക്കേണ്ട ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്നതും റേറ്റ് പെർ യൂണിറ്റ് കിടക്കുന്നതും 2 എന്ന് പറയുന്ന റോയിലാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് സെൽ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ സെൽ റെഫറൻസിലും റേറ്റ് പെർ യൂണിറ്റിന്റെ സെൽ റെഫറൻസിലും 2 എന്ന് പറയുന്ന റോ റീഡ് ചെയ്യപ്പെടും അല്ലെ. അതുകൊണ്ട് തന്നെ 2 എന്ന് പറയുന്ന റോ റീഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ തരത്തിലുള്ള റെഫറൻസുകളെയാണ് നമ്മൾ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ പേന എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 10 എണ്ണമാണ്. റേറ്റ് പെർ യൂണിറ്റ് ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. ടോട്ടൽ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈസിക്കൽ ടു എവിടെയാണോ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കേണ്ടത് അവിടെ കൊണ്ട് കീബോർഡിലെ ഈസിക്കൽ ടു സൈനിൽ കൊണ്ട് പ്രസ് ചെയ്യുക. ദെൻ എന്താണ് വേണ്ടത്? ഏറ്റവും ആദ്യം എന്താ വേണ്ടത്? പേന എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റി ആണോ ടോട്ടൽ ഉള്ളത്? പേന എന്ന് പറയുന്നത് ടോട്ടൽ 10 ക്വാണ്ടിറ്റി ആണുള്ളത്. സോ 10 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിടക്കുന്ന സെല്ലിൽ കൊണ്ട് മൗസിന്റെ കൾസർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ എന്തെന്ന് പറഞ്ഞു? 10 എന്ന് പറയുന്ന സെല്ലിനെ 10 എന്ന് പറഞ്ഞുകൊണ്ട് 10 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിടക്കുന്ന സെല്ലിന്റെ നെയിം അവിടെ വന്നു അല്ലെ. ഈസിക്കൽ ടു B2 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 10 ക്വാണ്ടിറ്റി ആണ് കിടക്കുന്നത് അല്ലെ. 10 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കിടക്കുന്ന സെല്ലിന്റെ അഡ്രസ് ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിന്റെ റെഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് B2 എന്ന് പറയുന്നത്. B2 ഇനി എന്താ വേണ്ടത്? കീബോർഡിൽ ഇൻറ്റു സൈനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇൻറ്റു സൈനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ദെൻ എന്താ വേണ്ടത്? 10 ക്വാണ്ടിറ്റി ഇൻറ്റു പെർ പീസ് റേറ്റ് പെർ യൂണിറ്റ് എടുത്താലേ അറിയുള്ളൂ നമുക്ക് ടോട്ടൽ റേറ്റ് എത്രയാണ്. അതായത് ഒരു പീസിന്റെ വില എത്രയെന്ന് നോക്കണം. ഒരു പീസിന്റെ വില എത്രയാണ്? അത് എത്രാമത്തെ സെല്ലാണ് കിടക്കുന്നത്? C2 എന്ന് പറയുന്ന സെല്ലാണ് കിടക്കുന്നത്. C2. ഓക്കെ, അപ്പൊ നമുക്ക് പേനയുടെ വില 10 എണ്ണം അല്ല, പേനയുടെ എണ്ണം എന്ന് പറയുന്നത് പേനയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി 10 എണ്ണം,
ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 5 രൂപ. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, D2 എന്ന് പറയുന്ന സെല്ലിൽ കൊണ്ടുപോയിട്ട് ഈസിക്കൽ ടു B2 അഥവാ ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്ന പേനയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്ന സെല്ല് അഡ്രസ് ഇൻറ്റു എന്താ കൊടുത്തു, പേനയുടെ റേറ്റ് പെർ യൂണിറ്റ് അത് കിടക്കുന്ന സെല്ല് ഏതാണ്, 5 എന്ന് പറഞ്ഞ് കിടക്കുന്നത് C2 എന്ന് പറയുന്ന കോളത്തിൽ അല്ലെ. ദെൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, ടോട്ടൽ 50 രൂപയാണ് കൊടുക്കേണ്ടതെന്ന് കിട്ടും. ഇവിടെ ഈ ഒരു 50 എന്ന് പറഞ്ഞ ഈ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ നോക്കുക, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെൽ റെഫറൻസിൽ തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. നോക്കിയേ, ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്നത് B2 എന്ന് പറയുന്ന സെല്ലിലാണ്. ഇവിടെ 2 എന്ന് പറയുന്ന റോ ഉണ്ട് അല്ലെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്ന റേറ്റ് പെർ യൂണിറ്റ്, പേനയുടെ ഒരു പീസിന്റെ വില കിടക്കുന്നത് ഏതിലാണ്, C2 എന്ന് പറയുന്ന സെല്ലാണ് കിടക്കുന്നത്. ഇവിടെയും 2 എന്ന് പറയുന്ന റോ റീഡ് ചെയ്യേണ്ടത് C2 അല്ലെ. B2 ഇൻറ്റു C2 എന്നാ പറയുന്നത്. രണ്ടിടത്തും 2 എന്ന് പറയുന്ന റോ റീഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്നതും റേറ്റ് പെർ യൂണിറ്റ് പേനയുടെ കിടക്കുന്നത് സെയിം റോയിലായതുകൊണ്ട് പരസ്പരം ഒരേ റോയിൽ കിടക്കുന്ന ഐറ്റമാണ് ഗുണിക്കുന്നതുകൊണ്ട് ഈ ഒരു റെഫറൻസുകളെ വിളിക്കുന്ന പേരായിരിക്കും റിലേറ്റീവ് സെൽ റെഫറൻസ്. കാരണം എന്താണ്, പരസ്പരം ഗുണിക്കേണ്ട രണ്ട് ഡേറ്റാസ് കിടക്കുന്ന സെൽ അഡ്രസ്സിൽ കോമൺ ആയിട്ടുള്ള റോ നമ്പർ റീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക, ഇനി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെയും ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ. അതായത് ഇപ്പൊ നമ്മൾ പേനയുടെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, നോക്കുക, ഈസിക്കൽ ടു പേനയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്ന B2 എന്ന് പറയുന്ന സെല്ല് മൗസിന്റെ കഴ്സർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തു. ദെൻ കീബോർഡിലെ ഇൻഡു ബട്ടൺ പ്രസ് ചെയ്തു. ദെൻ എന്താണ്, റേറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്ന സെല്ലിൽ കൊണ്ട് മൗസിന്റെ കഴ്സർ ഞെക്കി. ഓക്കെ, B2 ഇൻറ്റു C2 എന്ന് പറഞ്ഞു വന്നു. ദെൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി ആൻസർ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇനി ഇതുപോലെ തന്നെ എന്താണ്, ഈസിക്കൽ ടു വീണ്ടും ടൈപ്പ് ചെയ്തു. രണ്ടാമത്തെ പെൻസിൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 15 ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്, 15 പീസ് വാങ്ങിയിട്ടുണ്ട്. ഒരു പീസിന്റെ വില എന്ന് പറയുന്നത് 5 രൂപ. അങ്ങനെയാണെങ്കിൽ പെൻസിൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ടോട്ടൽ എത്ര രൂപയായി അത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് ഓഫ് പെൻസിൽ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഈസിക്കൽ ടു 15 ഇൻറ്റു, അതായത് 15 പീസ് പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. ദെൻ അതിന്റെ പെർ പീസിന്റെ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. ഇവിടെയാണെങ്കിലും പെൻസിൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്നതും റേറ്റ് പെർ യൂണിറ്റ് കിടക്കുന്നതും സെയിം റോയിൽ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം രണ്ടിടത്തും 3 എന്ന് പറയുന്ന ടോട്ടൽ ക്വാണ്ടിറ്റിയിലും റേറ്റ് പെർ യൂണിറ്റിലും 3 എന്ന് പറയുന്ന റോ റീഡ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ഒരു റെഫറൻസിനാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് വിളിക്കുന്നത്. പറയാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇങ്ങനെ ഓരോ ഐറ്റത്തിനെയും ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്ക് എളുപ്പമാണോ അല്ലയോ. ഇനി വീണ്ടും എന്താണ്, ബോക്സ് പറയുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ വീണ്ടും ഈസിക്കൽ ടു ബോക്സിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ദെൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തു. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ടൈം സേവിംഗ് അല്ല അല്ലെ. കാരണം എന്താണ്, ഇങ്ങനെ ഒരു 100 പ്രോഡക്റ്റിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയും റേറ്റ് പെർ യൂണിറ്റും ഒക്കെ തന്നിട്ട് ടോട്ടൽ റേറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഏറ്റവും ആദ്യത്തെ ഒരു റിലേറ്റീവ് സെൽ റെഫറൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. റിലേറ്റീവ് സെൽ റെഫറൻസിൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രൊഡക്റ്റിന്റെ മാത്രം ടോട്ടൽ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയുള്ളതിന്റെ ഓട്ടോമാറ്റിക്കലി എക്സൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. അതിനെ നിങ്ങളെ സഹായിക്കുന്ന എക്സൽ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സെൽ ഡ്രാഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം അതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ഇങ്ങോട്ട് നോക്കുക, ഇവിടെ പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 10 പീസ് ഉണ്ട്. റേറ്റ് പെർ യൂണിറ്റ് 5 രൂപയാണ് ഒരു പേനയുടെ വില. ടോട്ടൽ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ആദ്യത്തെ പ്രൊഡക്റ്റിന്റെ മാത്രം എന്താണ് ഇക്വേഷൻ കൊടുക്കുക, ടൈപ്പ് ചെയ്യുക. എവിടെയാണ് ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കുന്നത് അവിടെ കൊണ്ട് ഈസിക്കൽ ടു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ദെൻ പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ സെൽ സെലക്ട് ചെയ്യുക. 10 പീസ് കിടക്കുന്നത് B2 എന്ന് പറയുന്ന സെല്ലാണ്, അതേ ഇൻറ്റു. ദെൻ എന്താണ്, റേറ്റ് പെർ യൂണിറ്റ് കിടക്കുന്നത് 5 എന്ന് പറയുന്ന സെല്ലാണ്. സോ 5 എന്നുള്ള സെലക്ട് ചെയ്യുക. ദെൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ ആൻസർ കിട്ടി. ദെൻ എന്താണ്, ആദ്യത്തെ സെല്ലിൽ കൊണ്ട് മൗസിന്റെ കഴ്സർ വെക്കുക. ദെൻ ആദ്യത്തെ സെല്ലിന്റെ റൈറ്റ് ബോട്ടമിന്റെ അവിടെ കൊണ്ട് മൗസിന്റെ കഴ്സർ വെക്കുമ്പോൾ മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ വർക്ക് ആവും. എങ്ങനെയാണ്, ഏറ്റവും ആദ്യത്തെ ഒരു പ്രൊഡക്റ്റിന്റെ മാത്രം ടോട്ടൽ റേറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക. ഈസിക്കൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻറ്റു ടോട്ടൽ റേറ്റ്. അന്നേരം നമുക്ക് ആൻസർ കിട്ടും. അതിനുശേഷം ആ സെല്ലിൽ കൊണ്ട് മൗസിന്റെ കഴ്സർ വെക്കുക. അന്നേരം ആ സെല്ലിന്റെ റൈറ്റ് ബോട്ടമില് കൊണ്ട് മൗസിന്റെ കഴ്സർ വെക്കുമ്പോൾ ആംബുലൻസിന്റെ ചിഹ്നം പോലെയുള്ള ആ മൗസിന്റെ കഴ്സർ ചിഹ്നം മാറി എന്താകും, ഒരു ബോൾഡ് ആയിട്ടുള്ള പ്ലസ് ചിഹ്നമായി മാറും. ഇതാണ് സെൽ ഡ്രാഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് മൗസിന്റെ ബട്ടൺ ഡ്രാഗ് ചെയ്യുക.
ഓട്ടോമാറ്റിക്കലി എന്താണ് എല്ലാത്തിൻ്റെയും ആൻസർ നമുക്ക് കിട്ടും അല്ലേ, എല്ലാ പ്രോഡക്റ്റിൻ്റെയും ആൻസർ കിട്ടും. ഇത് ടൈം കൺസ്യൂമിങ് ആണ്, ഇത് ടൈം കൺസ്യൂമിങ് അല്ല, ഇത് ടൈം സേവിങ് ആണ്. ഓക്കെ, കാരണം നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ എന്താണ് എല്ലാം ചെയ്യാൻ പറ്റിയില്ലേ. ഈ ഒരു മെത്തേഡിനെയാണ് ഈ എളുപ്പത്തിൽ സെൽ ട്രാക്ക് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ഐറ്റത്തിന്റെ എല്ലാം ബാക്കിയുള്ള പ്രോഡക്റ്റുകളുടെ മൊത്തം ടോട്ടൽ ക്വാണ്ടിറ്റിയുടെയും റേറ്റ് പെർ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ച ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. കാരണം എന്താണ്, ഈ പരസ്പരം ഗുണിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഓരോ പ്രോഡക്റ്റിന്റെയും പെൻ പെൻസിൽ ബോക്സ് ബാഗ് എന്ന് പറയുന്ന എല്ലാ പ്രോഡക്റ്റിന്റെയും പരസ്പരം ഗുണിക്കേണ്ട കാര്യങ്ങൾ, അതായത് ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് ഇത് കിടക്കുന്നത് രണ്ടെണ്ണത്തിന്റെയും എല്ലാ പ്രോഡക്റ്റിന്റെയും സെയിം റോയിലാണ് കിടക്കുന്നത്. പേനയുടെ ആണെങ്കിൽ 2 എന്ന് പറയുന്ന റോയിൽ ആണ് ടോട്ടൽ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ റേറ്റ് പെർ യൂണിറ്റും പരസ്പരം ഗുണിക്കേണ്ടത് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് 3 എന്ന് പറയുന്ന റോയിൽ, 4 എന്ന് പറയുന്ന റോയിൽ, 5 എന്ന് പറയുന്ന റോയിൽ, ഇങ്ങനെയല്ലേ കിടക്കുന്നത്. ദെൻ ഈ ഒരു റെഫറൻസിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഓരോ റോയിലോ ഓരോ കോളത്തിലോ പരസ്പരം രണ്ട് ഡിഫറെന്റ് സെല്ലായിട്ട് കിടക്കുന്ന ഡേറ്റാസ് തമ്മിൽ പരസ്പരം ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ അന്നേരം ഉപയോഗിക്കുന്ന ഇക്വേഷനിൽ വരുന്ന റെഫറൻസുകളെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റിൽ 2 എന്ന് പറയുന്ന റോ റീഡ് ആകും പെൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കുന്ന സ്ഥലത്ത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി രണ്ടാമത്തെ സെൽ റെഫറൻസ് ആണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് പറഞ്ഞിരിക്കുന്നത്. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഈസ് ആൻ അബ്സല്യൂട്ട് സെൽ ഇൻ എ സ്പെസിഫിക് ലൊക്കേഷൻ when we change the position of the cell containing formula, the absolute cell reference remain unchanged. The absolute cell reference always point to the same even if change the position of those cell. In other words, if we have B1 which refer to the content of A1 and then we change the position B1, it will refer to cell A1. അതായത് വേറെ ഒന്നുമില്ല, ഇങ്ങോട്ട് നോക്കുക. ഇത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു എക്സലിന്റെ അകത്ത് നമ്മൾ ഒരേ റോയിൽ കിടക്കുന്ന 2 ഐറ്റംസോ അല്ലെങ്കിൽ ഒരേ കോളത്തിൽ കിടക്കുന്ന 2 ഐറ്റംസോ ഏതെങ്കിലും ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്തു എന്ന് കരുതുക. എന്നാൽ അതിന്റെ പൊസിഷൻ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്, ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. പരസ്പരം ഗുണിക്കേണ്ട സെല്ലുകളിൽ എവിടെയെങ്കിലും ഒരു ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും, അതായത് അതിന്റെ പൊസിഷൻ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സെയിം സെല്ലിൽ കിടക്കുന്ന ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടതെങ്കിൽ നമ്മൾ ആ നിലവിലത്തെ സെൽ റെഫറൻസിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാലോ അല്ല എങ്കിൽ അത് വേറെ ഏതെങ്കിലും സെല്ലിലേക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാലോ നമുക്ക് അവിടെ എന്ത് വേണം, നമുക്ക് അവിടെ ആ സെല്ലിൽ കിടക്കുന്ന ഡേറ്റാസിന് ഒരു സെൽ ലോക്ക് സിസ്റ്റം ഉപയോഗിക്കണം. അതിനെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എന്താണ് ലോക്ക് സിസ്റ്റം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മുടെ ഷീറ്റ് 2 രണ്ടാമത്തെ ഷീറ്റിൽ കിടക്കുന്ന ഡേറ്റയാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അതേ സെയിം ഡേറ്റ തന്നെയാണ്, അതായത് കുറച്ച് ഐറ്റത്തിന്റെ പേര്, അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി, ഒരു പീസിന്റെ റേറ്റ് പെർ യൂണിറ്റിന്റെ റേറ്റ്, ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കണം. അത് കൂടാതെ തന്നെ മറ്റൊരു കോളം കൂടി ഉണ്ട്, എന്താ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളം ഉണ്ട്. പിന്നെ വേറൊരു കോളത്തിലായിട്ട് ആ ഡേറ്റാബേസിൽ നിന്ന് അല്പം കൂടി മാറ്റി വേറൊരു കോളത്തിലായിട്ട് എന്താണ് 5% എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്കൗണ്ടും കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 10 പീസാണുള്ളത്, ഒരു പീസിന്റെ വില 5 രൂപയാണ്, ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റേറ്റിന്റെ ഉള്ളിൽ നിന്നും ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയെന്ന് ഡിസ്കൗണ്ട് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുകയും വേണം. അതായത് ടോട്ടൽ റേറ്റ് എത്രയോ അതിന്റെ 5% ആണ് ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് എമൗണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ടോട്ടൽ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇത് പരസ്പരം ഗുണിക്കേണ്ട ഈ ടോട്ടൽ ക്വാണ്ടിറ്റിയും റേറ്റ് പെർ യൂണിറ്റും കിടക്കുന്നത് സെയിം റോയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് റിലേറ്റീവ് സെൽ റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിന്റെയും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ പ്രൊഡക്റ്റിന് ഇപ്പൊ പേനയാണെങ്കിലും ശരി, പെൻസിലാണെങ്കിലും ശരി, ബോക്സ് ആണെങ്കിലും ശരി, ബാഗാണ് ശരി, അതിന്റെയൊക്കെ ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്നതും റേറ്റ് പെർ യൂണിറ്റും ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെ കിടക്കുന്നതും സെയിം റോയിലാണ്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന സെൽ റെഫറൻസ് ഏത് തന്നെയായിരിക്കും, ടോട്ടൽ ക്വാണ്ടിറ്റിയുടെയും റേറ്റ് പെർ യൂണിറ്റിന്റെയും പരസ്പരം ഗുണിക്കേണ്ട ടോട്ടൽ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ റേറ്റ് പെർ യൂണിറ്റും കിടക്കുന്നത് സെയിം
റോയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റെഫറൻസിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് സെൽ റെഫറൻസ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഈസിക്കൽ ടു ഇപ്പോൾ പേൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് മൗസിന്റെ കൾസർ വെക്കുക. ദെൻ ഈ കീബോർഡിലെ ഈസിക്കൽ ടു സൈൻ പ്രസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ടോട്ടൽ പേനയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി കിടക്കുന്ന സെല്ലിൽ കൊണ്ട് മൗസിന്റെ കൾസർ ക്ലിക്ക് ചെയ്യുക. B2 എന്ന് പറയുന്ന റോ സെൽ അഡ്രസ് സെല്ലിലാണ് എന്ത് കിടക്കുന്നത്, ക്വാണ്ടിറ്റി കിടക്കുന്നത്. B2 ഇൻറ്റു ഇനി എന്താണ് റേറ്റ് പെർ യൂണിറ്റ് കിടക്കുന്നത് C2 എന്ന് പറയുന്ന റോയിലാണ് കിടക്കുന്നത്, സെല്ലിന്റെ അകത്താണ് കിടക്കുന്നത്. ദെൻ B2 ഇൻറ്റു C2 അല്ലെ, രണ്ടും 2 എന്ന് പറയുന്ന റോയിലാണ് ടോട്ടൽ ക്വാണ്ടിറ്റി റേറ്റ് പെർ യൂണിറ്റും കിടക്കുന്നത്. പരസ്പരം ഗുണിക്കേണ്ട ഐറ്റംസ് കിടക്കുന്നത് സെയിം റോയിലാണ് കിടക്കുന്നത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ നമുക്ക് ഇനി എന്ത് ഉപയോഗിക്കാം, ആദ്യത്തെ മാത്രം ഉത്തരം കണ്ടുപിടിച്ച് ബാക്കിയുള്ളതിൻ്റെ ഉത്തരം ബാക്കിയുള്ള ഓരോ പ്രൊഡക്റ്റിനെയും ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന സെല്ലിൽ കൊണ്ട് മൗസിന്റെ കൾസർ വെക്കുക. ആ സെല്ലിന്റെ റൈറ്റ് ബോട്ടം ആരെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ വർക്കാകും. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ബാക്കി എല്ലാ പ്രൊഡക്റ്റിന്റെയും ടോട്ടൽ റേറ്റ് കണ്ടുപിടിച്ചു. കാരണം എന്താണ്, പരസ്പരം ഗുണിക്കേണ്ട കാര്യങ്ങൾ കിടക്കേണ്ടത് സെയിം റോയിൽ തന്നെയാണ് അല്ലെ. ഈ ഒരു ഭാഗം എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ടോട്ടൽ റേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴും അത് കിടക്കുന്നത് പരസ്പരം ഗുണിക്കേണ്ട ടോട്ടൽ ക്വാണ്ടിറ്റിയും റേറ്റ് പെർ യൂണിറ്റും കിടക്കുന്നത് 5 എന്ന് പറയുന്ന റോയിലാണ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡിസ്കൗണ്ട് എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ ടോട്ടൽ റേറ്റിന്റെ 5% ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഒരു കടയിൽ ചെന്നു 10 പീസ് പേന വാങ്ങി, ഒരു പേനയുടെ വില 5 രൂപ. ടോട്ടൽ ഞാൻ കച്ചവടക്കാരന് 50 രൂപ കൊടുക്കണം. അയാള് എനിക്ക് 50 രൂപയുടെ 5% ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് തരാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കണം. 50 രൂപയുടെ 5% ആണ് എന്തെന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, കച്ചവടക്കാരൻ നമുക്ക് തരുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് 50 ഇൻറ്റു ടോട്ടൽ റേറ്റ് ഇൻറ്റു 5% എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്കൗണ്ട് എമൗണ്ട് കോളത്തിൽ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്കൗണ്ട് എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ റേറ്റ് ഇൻറ്റു 5% ആണ് അല്ലെ. ഇവിടെ 50 ഇൻറ്റു ഈസിക്കൽ ടു ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കേണ്ട കോളത്ത് കൊണ്ട് മൗസിന്റെ കൾസർ വെക്കുക. ഈസിക്കൽ ടു 50% ഇൻറ്റു 5%. 50 ടോട്ടൽ റേറ്റ്, പേനയുടെ ടോട്ടൽ റേറ്റ് 50 ഇൻറ്റു 5%. അതല്ലേ നമുക്ക് കാണേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം, ഈസിക്കൽ ടു പേൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഡിസ്കൗണ്ട് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഈസിക്കൽ ടു ഡിസ്കൗണ്ട് കണ്ടുപിടിക്കേണ്ട കോളത്ത് കൊണ്ട് ഈസിക്കൽ ടു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക കീബോർഡിൽ. ദെൻ പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് എത്രയാണ്, 50%. സോറി 50 ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് 50 അല്ലേ, 50% അല്ല സോറി. പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് 50. ദെൻ ഇൻറ്റു എന്ത് ചെയ്യണം, എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിടക്കുന്ന കോളം. ഓക്കെ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിടക്കുന്ന ഏത് കോളത്തിലാണ്, G7 എന്ന് പറയുന്ന കോളത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, ദെൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി എത്ര കിട്ടി, 2.5 റുപ്പീസ് കിട്ടി. ഇതല്ല പറയാൻ വന്നത്, എങ്ങനെയാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ വരുന്നത്. എന്താണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയാം. ഇങ്ങോട്ട് നോക്കുക, നമ്മൾ പേനയുടെ ടോട്ടൽ റേറ്റ് കണ്ടുപിടിച്ചത് ഒരേ റോയിലെ രണ്ട് കാര്യങ്ങൾ പരസ്പരം ഗുണിച്ചപ്പോഴാണ് കിട്ടിയത്, ടോട്ടൽ റേറ്റ് കിട്ടിയത് അല്ലേ. പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയും റേറ്റ് പെർ യൂണിറ്റ് കിടക്കുന്നത് സെയിം റോയിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ. എന്നാൽ ഇവിടെ ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കേണ്ട 5% എന്ന് പറയുന്നത് വേറൊരു കോളത്തിലാണ് കിടക്കുന്നത്, വേറൊരു സെല്ലിലാണ് കിടക്കുന്നത്. അതായത് പരസ്പരം നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് കോളം എടുത്ത് ഡിസ്കൗണ്ട് എമൗണ്ട് കോളത്തിൽ നമ്മൾ ടോട്ടൽ റേറ്റ് സെല്ല് പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് എത്രയാണ്, 50 സെൽ റെഫറൻസ് കിടക്കുന്നത് D2 എന്ന് പറഞ്ഞാണ് അല്ലേ. ദെൻ D2 ഇൻറ്റു 5% കിടക്കുന്ന ഡിസ്കൗണ്ട് എമൗണ്ട്, അത് കിടക്കുന്ന G7 എന്ന് പറയുന്ന സെല്ല അല്ലേ. ഇങ്ങോട്ട് നോക്കുക, ഇവിടെ എങ്ങും എന്ത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, സെയിം പരസ്പരം റിലേഷൻ ഒന്നുമില്ല. കാരണം D2 എന്ന് പറയുന്നത് ടോട്ടൽ റേറ്റിന്റെ സെല്ല്, G7 എന്ന് പറയുന്നത് മറ്റൊരു സെല്ലാണ്. കാരണം 2 എന്ന് പറയുന്ന റോയോ അല്ലെങ്കിൽ D എന്ന് പറയുന്ന കോളോ ഡിസ്കൗണ്ട് കോളത്തിൽ വന്നിട്ടില്ല. അതായത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. പരസ്പരം ഒരേ കോളത്തിൽ കിടക്കുന്ന കാര്യമല്ല, ഒരേ റോയിൽ കിടക്കുന്ന കാര്യമല്ല പരസ്പരം ഗുണിക്കേണ്ടത്. D2 എന്ന് പറയുന്നത് മറ്റൊരു സെല്ല്, G7 എന്ന് പറയുന്നത് മറ്റൊരു സെല്ലല്ല. രണ്ടും എന്താണ്, രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സെൽ റെഫറൻസ് ഉള്ളതാണ്. രണ്ടെണ്ണത്തും എന്താണ്, 2 എന്ന് പറയുന്ന റോ റീഡ് ആകുന്നില്ല, D2 ഇൻറ്റു G2 എന്നല്ല അല്ലെ കിടക്കുന്നത്. അതായത് D2 ഇൻറ്റു G7 ആണ് കിടക്കുന്നത്. അപ്പോൾ റോ റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഒരേ റോയിൽ കിടക്കുന്ന ഐറ്റംസ് അല്ല. പിന്നെ മറ്റേതെന്താണ്, D കോളും G കോളമാണ്. കോളവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, റോയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റെഫറൻസ് ഉപയോഗിക്കുമ്പോൾ, ഈ തരത്തിൽ രണ്ട് ഡിഫറെന്റ് കോളത്തിലുള്ള കാര്യങ്ങൾ തമ്മിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, നമ്മൾ ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. എന്തിനാണ് ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു കോളത്തിൽ
ഏറ്റവും ആദ്യത്തെ ഒരു ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റിന്റെ മാത്രം ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കുകയും മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളുടെ ടോട്ടൽ റേറ്റ് കിട്ടുകയും ചെയ്തു നമുക്ക്, അല്ലേ? എന്നാൽ ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ നോക്കാം, നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അതെ, ഇവിടെ പേന എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കണം. ഞാൻ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോഡക്റ്റിന്റെ മാത്രമേ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കുന്നുള്ളൂ. എന്നാൽ പരസ്പരം ഗുണിക്കേണ്ട കാര്യങ്ങൾ കിടക്കുന്നത് 2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരസ്പരം ഗുണിക്കേണ്ട രണ്ട് ഡേറ്റാസ് കിടക്കുന്ന ഡിഫറൻറ്റ് സെല്ലുകളിലാണെങ്കിലും അതിന്റെ റോ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളതിന്റെ ഒക്കെയും ടോട്ടൽ റേറ്റ് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പെൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നുള്ളൂ. ദെൻ എന്താണ് D2 ടോട്ടൽ പെൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ റേറ്റിന്റെ സെല്ലിൽ അവിടെ കൊണ്ടുപോയിട്ട് എന്താണ് ഈസിക്കൽ ടു ദെൻ പെൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻറ്റു അത്, അതുപോലെ തന്നെ റേറ്റ് പെർ യൂണിറ്റ്, രണ്ടും സെയിം റോയിലാണ് കിടക്കുന്നത്. B2 ഇൻറ്റു C2 കിടക്കുന്നത്, അല്ലേ? ദെൻ എൻ്റർ അടിച്ചു. ഇനി മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റിനെയും ടോട്ടൽ റേറ്റ് ഓട്ടോമാറ്റിക്കലി കിട്ടും. കാരണം എന്താണ്, പരസ്പരം ഗുണിക്കേണ്ട കാര്യങ്ങൾ കിടക്കുന്നത് സെയിം റോയിലാണ്. എന്നാൽ ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം, പരസ്പരം ഗുണിക്കേണ്ട കാര്യങ്ങൾ കിടക്കുന്നത് ഡിഫറൻറ്റ് സെല്ലുകളിലാണ്, ഓരോ റോയിലോ ഓരോ കോളത്തിലോ അല്ല കിടക്കുന്നത്, അല്ലേ? ഈസിക്കൽ ടു പെൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം, പെൻ ഈസിക്കൽ പെന്റെ ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കേണ്ട കോളത്തിൽ കൊണ്ടുപോയിട്ട് ഈസിക്കൽ ടു ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ ടോട്ടൽ റേറ്റ് 50 ആണ്, 50 ഇൻറ്റു ദെൻ 50ന്റെ 5% ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലേ? സോ 50 ഇൻറ്റു 5%. ഇവിടെ പരസ്പരം ഗുണിക്കേണ്ട സെല്ലുകൾ ടോട്ടൽ റേറ്റ് കിടക്കുന്നതും ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിടക്കുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലിലാണ്. സോ പരസ്പരം ബന്ധമില്ല, രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനിൽ കിടക്കുന്ന സെല്ലുകളാണ്, അല്ലേ? ദെൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തു. ഇനി ആദ്യത്തെ ഒരു പ്രോഡക്റ്റിനെ മാത്രം ഡിസ്കൗണ്ട് എമൗണ്ട് കൃത്യമായിട്ട് കിട്ടി, 50 ഇൻറ്റു 5%, അഥവാ D2 ഇൻറ്റു G7 ആണ് വന്നേക്കുന്നത്, ആണല്ലോ. ഇനി തൊട്ട് താഴെ വരേണ്ടത് എങ്ങനെയാണ്, ഇവിടെ വരേണ്ടത് D3 ഇൻറ്റു G7 ആണ് വരേണ്ടത്. നമുക്ക് മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഡബിൾ ക്ലിക്ക് അടിച്ചാൽ ബാക്കിയുള്ള പ്രോഡക്റ്റുകളുടെ മൊത്തം ഡിസ്കൗണ്ട് എമൗണ്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കിട്ടുകയില്ല. കാരണം എന്താണ്, ഇവിടെ D3 ഇൻറ്റു G87 പകരം വന്നേക്കുന്ന സെൽ എന്താണ്, G8 ആണ് വന്നേക്കുന്നത്. കാരണം സെല്ലിന്റെ കോളം എന്ന് പറയുന്നത്, അഥവാ ഡിസ്കൗണ്ട് പെർസെൻറ്റേജിന്റെ കോളം എന്ന് പറയുന്നത് എന്താണ്, അത് G7 കിടക്കുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ വന്നേക്കുന്നത് ഏതാണ്, G8 ആണ് വന്നേക്കുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കുക, തൊട്ട് താഴത്തെ ബോക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിച്ചപ്പോൾ എന്താ പറ്റിയേക്കുന്നത്, ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് D4 കിടക്കുന്നത്. പക്ഷെ എന്ത് പറ്റി, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ടോട്ടൽ റേറ്റ് ഇൻറ്റു ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് വേണ്ടത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിടക്കുന്ന സെല്ലിൽ അല്ല വന്നേക്കുന്നത്, G7 മാറി G9 ആയി മാറി. കാരണം മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ വർക്ക് ആവുന്നില്ല, അല്ലേ? കാരണം എന്താണ്, ഇത് പരസ്പരം ഗുണിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കിടക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽ അഡ്രസ്സുകളാണ്. അതായത് പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽ റെഫറൻസുകളല്ല ഇത് രണ്ടും. ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നതും ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളത്തിലാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. രണ്ട് സെല്ലിലെ രണ്ട് ഡേറ്റാസ് തമ്മിൽ ഏതെങ്കിലും ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലിലെ രണ്ട് ഡേറ്റാസ് തമ്മിൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ആൻസർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോക്കിംഗ് സിസ്റ്റത്തെ, ആ ഒരു സെൽ റെഫറൻസ് രീതിയെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പൊസിഷനിൽ കിടക്കുന്ന, എക്സൽ ഷീറ്റിന്റെ അകത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പൊസിഷനിൽ കിടക്കുന്ന, ഒരേ റോയിലോ ഒരേ കോളത്തിലോ അല്ലാത്ത രണ്ട് സെല്ലിൽ കിടക്കുന്ന രണ്ട് ഡേറ്റാസ് തമ്മിൽ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ എവിടെയെങ്കിലും ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റിന്റെ മാത്രം നമുക്ക് എന്ത് കിട്ടി, ഡിസ്കൗണ്ട് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതിന്റെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് താഴേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് 0 ആണ് വരുന്നത്. കാരണം എന്താണ്, പരസ്പരം ഗുണിക്കേണ്ട കാര്യങ്ങൾ കിടക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലാണ് കിടക്കുന്നത്. ടോട്ടൽ റേറ്റ് എന്ന് പറയുന്ന സെല്ല് താഴേക്ക് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി വരുന്നത് കറക്റ്റ് ആണ്, അല്ലേ? ഇവിടെ എന്താണ്, ഇവിടെ ഇപ്പോൾ പേന എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് കിടക്കുന്നത് D2 ഇൻറ്റു G7 തന്നെയാണ്. എന്നാൽ ഇവിടെ വന്നേക്കുന്നതോ D3 ഇൻറ്റു പെൻസിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് കിടക്കുന്നത് D3 തന്നെയാണ്. പക്ഷേ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് മാത്രം എന്തായി മാറി, G7 പകരം G8 ആയി മാറി. തൊട്ട് താഴേക്ക് വന്നപ്പോഴോ അത് D4 എന്നാണ് ബോക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് കിടക്കുന്ന സെല്ല്. പക്ഷേ G9 ആയി മാറി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഓക്കെ, അതായത് ഇവിടെ വ്യത്യാസം വന്നേക്കുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിടക്കുന്ന കോളത്തിലാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള റോയിലാണ് കിടക്കുന്നത്. സോ എന്ത് ചെയ്യണം, ആ ഒരു സെല്ലിനെ മൊത്തത്തിൽ ലോക്ക് ചെയ്ത് നിർത്തണം. എങ്കിൽ മാത്രമേ മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം താഴേക്ക് ഓട്ടോമാറ്റിക് ഡ്രാഗ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പ്രോഡക്റ്റുകളുടെ മൊത്തം ഡിസ്കൗണ്ട് എമൗണ്ട് പഠിക്കുകയുള്ളൂ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലോക്ക് ചെയ്ത് നിർത്തണം. ഇതിനകത്ത് ലോക്ക് ചെയ്ത് നിർത്തേണ്ട കാര്യം എന്തിനാണ്, ലോക്ക് ചെയ്ത് നിർത്തേണ്ടത് ഏത് സെൽ റെഫറൻസിനെയാണ് നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തേണ്ടത്, ഡിസ്കൗണ്ട് എന്ന് പറയുന്ന കോളത്തിലെയാണ്. ഈ മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കോളത്തിനെയാണ്, അല്ലെങ്കിൽ സെൽ റെഫറൻസിനെയാണ് നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തേണ്ടത്. G7 എന്ന് പറയുന്ന സെല്ലിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് നിർത്തേണ്ടത്, ലോക്ക് ചെയ്ത് നിർത്തേണ്ടത്. കാരണം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നുള്ളത് എല്ലാത്തിലും സെയിം തന്നെയാണ്, അല്ലേ?
പെൻ എന്ന് പറയുന്ന പെൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഡിസ്കൗണ്ട് എമൗണ്ട് കിടക്കുന്നത് 50 ഇൻറ്റു 5% ആണ്, അഥവാ D2 ഇൻറ്റു G7. ഇവിടെ വേണ്ടത് പെൻസിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ആണെങ്കിൽ D3 ഇൻറ്റു G7. ഇനി ബോക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ആണെങ്കിൽ D4 ഇൻറ്റു G7. ബാഗ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ആണെങ്കിൽ D5 ഇൻറ്റു G7. എല്ലാത്തിനും വേണ്ടത് G7 എന്ന് പറയുന്ന ടോട്ടൽ റേറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്കൗണ്ട് എമൗണ്ട് പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ G7 എന്ന് പറയുന്ന സെൽ റെഫറൻസിന് നമ്മൾ എന്ത് ചെയ്ത് നിർത്തണം, ലോക്ക് ചെയ്ത് നിർത്തണം. കാരണം ഡിഫറെന്റ് പൊസിഷനാണ് കിടക്കുന്നത്. ഇനി എങ്ങനെയാണ് ലോക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ലോക്ക് സിസ്റ്റം 3 രീതിയിലാണുള്ളത്: സെൽ ലോക്ക്, കോളൻ ലോക്ക്, റോ ലോക്ക്. ഇങ്ങനെ 3 രീതിയിലാണ് പ്രധാനമായിട്ടും നമുക്ക് എക്സലിന്റെ അകത്ത് ലോക്ക് സിസ്റ്റം ഉള്ളത്. ലോക്ക് സിസ്റ്റം കൂടെ നോക്കുക. അതായത് ഇപ്പൊ ഇവിടെ A1 എന്ന് പറയുന്ന ഒരു കോളത്തിന്റെ തൊട്ട് ഫ്രണ്ടില് ഡോളർ ചിഹ്നം കിടക്കുന്നുണ്ട്. ഇപ്പൊ A1 എന്ന് പറയുന്ന സെല്ലില് എക്ക് തൊട്ടും കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലെറ്ററിന്റെ തൊട്ട് ഫ്രണ്ടിലും റോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഡോളർ ചിഹ്ന റോയെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിന് തൊട്ട് ഫ്രണ്ടിലും എന്തുണ്ട്, ലോക്ക് സിസ്റ്റം ഉണ്ടെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഡോളർ ചിഹ്നം ഉണ്ടെന്ന് കരുതാം. ആ ഒരു സെൽ ലോക്കിനെ വിളിക്കുന്ന പേരാണ് സെൽ ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം ഇവിടെ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എല്ലാ പ്രൊഡക്റ്റിലും G7 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വേണം. എല്ലാ പ്രൊഡക്റ്റിന്റെയും ടോട്ടൽ റേറ്റിന്റെ 5% ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. സോ എല്ലാ പ്രൊഡക്റ്റിന്റെയും ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കുന്ന കോളത്തിൽ G7 എന്ന് പറയുന്ന ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് കിടക്കുന്ന സെൽ റെഫറൻസ് റീഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, G7 എന്ന് പറയുന്ന സെല്ലിനെ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തണം. ഓക്കെ, ഇവിടെ ഈസിക്കൽ ടു ഏറ്റവും ആദ്യത്തെ പ്രൊഡക്റ്റിന്റെ പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കുകയാണ് ടോട്ടൽ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ. സോ ഈ ഡിസ്കൗണ്ട് എമൗണ്ടിന്റെ കോളത്തിൽ കൊണ്ട് കീബോർഡിൽ ഈസിക്കൽ ടു സൈൻ പ്രസ് ചെയ്യുക. ദെൻ പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് കിടക്കുന്ന സെല്ലിൽ കൊണ്ട് മൗസിന്റെ കൾസർ വെക്കുക. ദെൻ ആ സെൽ റെഫറൻസ് അവിടെ വന്നു D2. ദെൻ ഇൻറ്റു ദെൻ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിടക്കുന്ന കോളത്തിൽ കൊണ്ട് മൗസിന്റെ കൾസർ വെക്കുക. ദെൻ ഇങ്ങോട്ട് നോക്കി G7 ആണ്. ഇപ്പൊ അത് സ്വതന്ത്രമാണ് അല്ലെ. മൗസിന്റെ കൾസർ ഇപ്പൊ സെലക്ഷൻ ഇരിക്കുന്നത് എവിടെയാണ്, G7 എന്ന് പറയുന്ന സെല്ലിന്റെ അഡ്രസ്സിന്റെ അവിടെ കൊണ്ടായാണ്. അവിടെയാണ് മൗസിന്റെ കൾസർ ബ്ലർ ആകുന്നത് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കീബോർഡിലെ F4 ബട്ടൺ പ്രസ് ചെയ്യുക. ലോക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് കീബോർഡിൽ F4 ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പൊ എന്തായി മാറി, ഇപ്പോ അത് ലോക്കായി മാറി. അതായത് സെൽ ലോക്ക് ആണ്, വിച്ച് മീൻസ് 4 സൈഡിൽ നിന്നും ആ സെല്ല് ലോക്ക് ആയിട്ടുണ്ട്. അതായത് ആ G7 എന്ന് പറയുന്ന സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന G എന്ന് പറയുന്ന കോളത്തിന്റെ തൊട്ട് ഫ്രണ്ടിലും, അതുപോലെ തന്നെ എന്താണ് G എന്ന് പറയുന്ന കോളത്തിന്റെ തൊട്ട് ഫ്രണ്ടിലും 7 എന്ന് പറയുന്ന റോയുടെ തൊട്ട് ഫ്രണ്ടിലും എന്തായി മാറി, 2 ഡോളർ ചിഹ്നം വന്ന് കിടക്കുന്നുണ്ട്. ഇതാണ് ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിയാണ്. അതെ, ഇവിടെ ആണെങ്കിൽ A1 എന്ന് പറയുന്ന സെല്ലിന്റെ തൊട്ട് A1 എന്ന് പറയുന്ന സെല്ലിന്റെ കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന A ലെറ്ററിന്റെ തൊട്ട് ഫ്രണ്ടിലും, റോയെ റെപ്രസെന്റ് ചെയ്യുന്ന 1 എന്ന് പറയുന്ന ന്യൂമറിക്കൽ നമ്പറിന്റെ തൊട്ട് ഫ്രണ്ടിലും ഡോളർ ചിഹ്നം വന്ന് കിടക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് സെൽ ലോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു നിങ്ങൾക്ക്. ദെൻ എന്ത് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ദെൻ എന്ത് ചെയ്യുക, മൗസിന്റെ ഡബിൾ ക്ലിക്ക് അടിക്കുക. ഓട്ടോമാറ്റിക്കലി എന്താണ്, ബാക്കിയുള്ള പ്രോഡക്റ്റിന്റെയും എല്ലാത്തിന്റെയും എന്താണ് ആൻസർ നമുക്ക് ഡിസ്കൗണ്ട് എമൗണ്ട് അതിന്റെ ടോട്ടൽ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. നോക്കി, ഇവിടെ D3 ഇൻറ്റു G7 ആണ് വേണ്ടത്. നോക്കി അല്ലേ, D3 ഇൻറ്റു G7 ആണ് വന്നേക്കുന്നത്. തൊട്ട് താഴെ എന്താണ് 500 ഇൻറ്റു 5%, അഥവാ D4 ഇൻറ്റു G7 ആണ് വന്നേക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് 25 എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് കിട്ടി. ഓരോ പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നോട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈസിക്കൽ ടു ഇപ്പൊ പേന എന്ന് പറയുന്ന പ്രോഡക്റ്റിനാണ് ഡിസ്കൗണ്ട് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പേന എന്ന് പറയുന്ന സെല്ലിന്റെ ഡിസ്കൗണ്ട് കോളത്തിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കേണ്ട കോളത്തിൽ കൊണ്ടുപോയി മൗസിന്റെ കൾസർ വെക്കുക. ഈസിക്കൽ ടു ബട്ടൺ പ്രസ് ചെയ്യുക. പേന എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ റേറ്റ് ഈസിക്കൽ ടു ദെൻ ഇൻറ്റു എന്തിനാണ് ലോക്ക് ചെയ്ത് എടുത്തേണ്ടത്, G7 എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെയാണ് G7 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജിന്റെ കോളത്തിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. G7ന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ 5% കിടക്കും G7 എന്ന് പറയുന്ന സെല്ലിലാണ്. ബാക്കി എല്ലാ പ്രൊഡക്റ്റിന്റെയും ടോട്ടൽ റേറ്റ് ഇൻറ്റു ആ G7ൽ കിടക്കുന്ന 5% ആണ് വേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോ പ്രൊഡക്റ്റിന്റെയും ഡിസ്കൗണ്ട് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നടക്കുകയുള്ളൂ. സോ G7 എന്ന് പറയുന്ന സെല്ലിനെ നമ്മൾ എന്ത് ചെയ്ത് നിർത്തണം, സെൽ ലോക്ക് ചെയ്ത് നിർത്തണം. അതിനെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, നമ്മൾ F4 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഈ പരസ്പരം ഗുണിക്കേണ്ട ടോട്ടൽ റേറ്റ് ഇൻറ്റു ഡിസ്കൗണ്ട് പെർസെൻറ്റേജിന്റെ അകത്ത് ടോട്ടൽ റേറ്റ് എന്ന് പറയുന്ന സെൽ റെഫറൻസും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിടക്കുന്ന സെൽ റെഫറൻസുമാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിടക്കുന്ന സെല്ലിനെ നമ്മൾ എന്ത് ചെയ്തു, അത് എല്ലാത്തിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെൽ റെഫറൻസ് ആയതുകൊണ്ട് അത് മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ പ്രൊഡക്റ്റിന് മാത്രം ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിച്ചു
കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ ഓട്ടോമാറ്റിക്കലി സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ എന്ത് ചെയ്തു, സെൽ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ദെൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തു അല്ലേ. ഈ ഒരു രീതിയാണ് ഏതെങ്കിലും പരസ്പരം ഗുണിക്കേണ്ട ഡിഫറെൻറ്റ് പൊസിഷനിൽ കിടക്കുന്ന ഈ എക്സൽ ഷീറ്റിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പൊസിഷനിൽ കിടക്കുന്ന ഒരേ റോയിലോ ഒരേ കോളത്തിലോ അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പൊസിഷനിൽ കിടക്കുന്ന 2 സെല്ലിലെ ഡേറ്റാസ് തമ്മിൽ ഗുണിക്കുമ്പോൾ ഏതെങ്കിലും സെൽ റെഫറൻസിൻ്റെ അകത്ത് ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരായിരിക്കും എന്തെന്ന് പറയുന്നത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കുക. ഇനി ഇവിടെ എന്താ പ്രത്യേകത, നമ്മൾ ആദ്യത്തിൻ്റെ മാത്രം പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ മാത്രം ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിച്ചു, ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ സെൽ റെഫറൻസ് ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചു. ദെൻ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിന് നമ്മൾ ഇനി എന്ത് ചെയ്യണം, മൗസിൻ്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ആദ്യത്തെ പ്രോഡക്റ്റിന്റെ ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിച്ചു. ദെൻ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് മൗസ് ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആ സെല്ല് വീണ്ടും സെലക്ട് ചെയ്യുക. അതിൻ്റെ റൈറ്റ് ബോട്ടമിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൗസിൻ്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ വർക്ക് ആവുന്ന കാണും. ദെൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ബാക്കി എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഓട്ടോമാറ്റിക്കലി എന്താണ് ഡിസ്കൗണ്ട് എമൗണ്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഒരു രീതിയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഈ ഒരു രീതിയാണ് നമ്മൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മിക്സഡ് സെൽ റെഫറൻസ്. Mixed cell reference is occur when we use both the relative and absolute cell reference to a cell. അതായത് നമ്മൾ മിക്സഡ് സെൽ റെഫറൻസ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള റിലേറ്റീവ് സെൽ റെഫറൻസും അതുപോലെ തന്നെ ആബ്സല്യൂട്ട് സെൽ റെഫറൻസും ഒരേ സമയം വർക്കാകുമ്പോഴാണ് മിക്സഡ് സെൽ റെഫറൻസ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് സെൽ റെഫറൻസ് നമ്മൾ എക്സൽ കിടക്കുന്ന 2 ഡേറ്റാസ് ബേസ് 2 നമ്പേഴ്സ് നമ്മൾ ഗുണിക്കാന്ന് കരുതുക. ഡിഫറെന്റ് പൊസിഷനിൽ കിടക്കുന്ന 2 നമ്പേഴ്സ് നമ്മൾ ഗുണിക്കാന്ന് കരുതുക. ഈ സെൽ റെഫറൻസിൽ എവിടെയെങ്കിലും കോളം ലോക്കും അതുപോലെ തന്നെ റോ ലോക്കും ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. എക്സൽ ഷീറ്റിന്റെ അകത്ത് ഓരോ റോയിലും എക്സൽ ഷീറ്റിന്റെ അകത്ത് 2 ഡിഫറെന്റ് പൊസിഷനിൽ കിടക്കുന്ന 2 ഡേറ്റാബേസുകൾ തമ്മിൽ പരസ്പരം ഗുണിക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സെൽ റെഫറൻസുകളിൽ ഏതെങ്കിലും ഒന്നിൽ കോളം ലോക്കും മറ്റൊന്നിൽ റോ ലോക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ലോക്കിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരായിരിക്കും എന്തെന്ന് പറയുന്നത് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. എക്സൽ ഷീറ്റിന്റെ അകത്ത് 2 ഡിഫറെന്റ് പൊസിഷനിൽ കിടക്കുന്ന 2 സെല്ലിലെ ഡേറ്റാസ് ബേസുകൾ തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിലെ റോ ലോക്കും മറ്റൊരു സെല്ലിൽ കോളം ലോക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ റിലേറ്റീവ് സെൽ റെഫറൻസിന്റെ മിക്സ്ഡും അതുപോലെ തന്നെ അബ്സല്യൂട്ട് സെൽ റെഫറൻസിന്റെ കോമ്പിനേഷനും ഒരുമിച്ച് വരുന്നു. ഇങ്ങനെയുള്ള ഒരു സെൽ റെഫറൻസ് രീതിയാണ് എന്ന് പറയുന്നത് മിക്സഡ് സെൽ റെഫറൻസ് രീതി എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിനു മുമ്പ് നമുക്ക് ലോക്കിംഗ് സിസ്റ്റം എത്ര രീതിയിലുണ്ടെന്ന് പഠിക്കാം. ലോക്കിംഗ് സിസ്റ്റം പ്രധാനമായിട്ടും 3 രീതിയിലാണ് പ്രധാനമായിട്ടുമുള്ളത്. ഇങ്ങോട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ B1 എന്ന് പറഞ്ഞൊരു സെല്ല് കിടക്കുന്നുണ്ട്. അത് ലോക്ക് അല്ല, ഞാൻ അതിനെ ലോക്ക് ചെയ്യാൻ പോവാണ്. ലോക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് F4 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് സ്വതന്ത്രമാണ്. B1 എന്ന് പറയുന്ന ഈ ഒരു സെല്ല് സ്വതന്ത്രമാണ് അല്ലെ. ഇതിനെ ലോക്ക് ചെയ്ത് നിർത്തണം. ലോക്ക് ചെയ്ത് നിർത്താൻ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ലോക്കിംഗ് സിസ്റ്റം പഠിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. ലോക്കിംഗ് സിസ്റ്റം പ്രധാനമായിട്ടും 3 രീതിയിലാണുള്ളത്. ലോക്കിംഗ് സിസ്റ്റം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് കീബോർഡിലെ F4 ബട്ടൺ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, കീബോർഡിലെ F4 ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ B എന്ന് പറയുന്ന കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ B1 എന്ന് പറയുന്ന കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന B എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഡോളർ ചിഹ്നവും 1 എന്ന് പറയുന്ന ഈ ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന 1 എന്ന് പറയുന്ന റോയുടെ ന്യൂമറിക്കൽ നമ്പറിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ഡോളർ ചിഹ്നവും കാണാം. അതായത് B എന്ന് പറയുന്ന കോളത്തിന്റെ ഫ്രണ്ടിലും 1 എന്ന് പറയുന്ന റോയുടെ തൊട്ട് ഫ്രണ്ടിലും ഡോളർ ചിഹ്നം കാണാം. ഈ ഒരു ലോക്കിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സെൽ ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഒന്നോടെ F4 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കേവലം 1 എന്ന് പറയുന്ന റോയെ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ നമ്പറിന്റെ തൊട്ട് ഫ്രണ്ടിൽ എന്ത് വരുന്നുള്ളൂ, ഡോളർ ചിഹ്നം വരുന്നുള്ളൂ. ഈ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് റോ ലോക്ക് എന്ന് പറയുന്നത്. ഒന്നോടെ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന B എന്ന് പറയുന്ന ന്യൂമറിക്കൽ നമ്പർ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ ഫ്രണ്ടിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഡോളർ ചിഹ്നം വരുന്നുള്ളൂ. ഈ രീതിയെ വിളിക്കുന്ന പേരാണ് കോളൻ ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നോടെ പറഞ്ഞു തരാം. ഇപ്പൊ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുകയാണിത്. ഫസ്റ്റ് F4 പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സെൽ റെഫറൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുക, ഈസിക്കൽ ടു ഞാൻ B1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഈ സെൽ എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്. ഞാൻ ചുമ്മാ F4 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നതാണ് സെൽ ലോക്ക് എന്ന് പറയുന്നത്. കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ ഫ്രണ്ടിലും റോയെ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ നമ്പറിന്റെ ഫ്രണ്ടിലും ഡോളർ ചിഹ്നം വരുന്നു. ഇതാണ് സെൽ ലോക്ക് എന്ന് പറയുന്നത്. ഒന്നോടെ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോയെ റെപ്രസെന്റ് ചെയ്യുന്ന 1 എന്ന് പറയുന്ന നമ്പറിന്റെ തൊട്ട് ഫ്രണ്ടിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഡോളർ ചിഹ്നം വരുന്നുള്ളൂ. ഇതാണ് റോ ലോക്ക് എന്ന് പറയുന്നത്. ഒന്നോടെ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന്റെ തൊട്ട് ഫ്രണ്ടിൽ എന്ത് വരുന്നുള്ളൂ, ഡോളർ ചിഹ്നം വരുന്നുള്ളൂ. ഇതാണ് കോളൻ ലോക്ക് എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് ലോക്കിംഗ് സിസ്റ്റം ഉള്ളത്.
ഇനിയും കൂടെ നോക്കുക, നമ്മൾ മിക്സഡ് സെൽ റെഫറൻസ് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു എക്സൽ ഷീറ്റിന്റെ അകത്ത് ഒരു കുറച്ച് കമ്പനിയുടെ മൊബൈൽ റേറ്റ് നിരക്കാണ് കിടക്കുന്നത് പെർ മിനിറ്റിന്റെ. ഇവിടെ മിനിറ്റ് എന്ന് പറയുന്നത് 20 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ്. ഇവിടെയാണെങ്കിൽ കുറച്ച് മൊബൈൽ നെറ്റ്വർക്കിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഐഡിയ, എയർടെൽ, BSNL. പെർ മിനിറ്റിന് ആകുന്ന റുപ്പീസുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, ഈ മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രതലത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ 20 മിനിറ്റ് സംസാരിച്ചു. ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ് ഞാൻ സംസാരിച്ചതെങ്കിൽ പെർ മിനിറ്റിന് എത്ര രൂപയായിരിക്കും, അല്ലെങ്കിൽ 20 മിനിറ്റ് സംസാരിച്ചതിന് എനിക്ക് എത്ര രൂപയായി. ഇതേ സെയിം രീതിയിൽ ഞാൻ 20 മിനിറ്റ് സംസാരിച്ചു, എയർടെൽ എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ് സംസാരിച്ചതെങ്കിൽ പെർ മിനിറ്റ് ഇൻറ്റു 20 മിനിറ്റ് ഞാൻ സംസാരിച്ചതിന് ടോട്ടൽ എത്ര രൂപയായി. ഞാൻ മൊബൈൽ ഫോൺ സംസാരിച്ചത് 20 മിനിറ്റ് ആണ്. ഞാൻ BSNL എന്ന് പറയുന്ന നെറ്റ്വർക്ക് മുഖേനയാണ് സംസാരിച്ചതെങ്കിൽ പെർ മിനിറ്റ് BSNLന്റെ പെർ മിനിറ്റ് ഇൻറ്റു ടോട്ടൽ 20 മിനിറ്റ് സംസാരിച്ചതിന് എനിക്ക് എത്ര രൂപയായി. എനിക്ക് ഞാൻ 5 മിനിറ്റ് സംസാരിച്ചു, BSNL എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ BSNL എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ടോട്ടൽ എത്ര രൂപയായി. ഓക്കെ, 5 മിനിറ്റ് സംസാരിച്ചതിന് എത്ര രൂപയായി. ഇങ്ങനെ എനിക്ക് ഞാൻ സംസാരിച്ച മിനിറ്റിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത മൊബൈൽ കമ്പനികളുടെ നെറ്റ്വർക്കിൽ കൂടി സംസാരിച്ചതിന് എനിക്ക് എത്ര രൂപയായെന്ന് എനിക്ക് ഇൻഡിവിജ്വലി ഓരോ നെറ്റ്വർക്കിലും പെർ മിനിറ്റ് എത്ര രൂപയായി ഞാൻ സംസാരിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് കണ്ടെത്തണം. ഓക്കെ, ഇവിടെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്, മിക്സഡ് സെൽ റെഫറൻസ് ഉപയോഗിക്കുന്നത്. ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം കണ്ടെത്താൻ നമുക്ക്. ഇങ്ങോട്ട് നോക്കുക, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ് സംസാരിക്കുന്നത് എന്ന് കരുതുക. ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഒരു മിനിറ്റിന് 25 പൈസയാണ്. 20 മിനിറ്റ് ആണ് ഞാൻ സംസാരിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപയായി എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങോട്ട് നോക്കുക, ഒരു മിനിറ്റിന് 25 പൈസ. അങ്ങനെയാണെങ്കിലോ 20 മിനിറ്റിന് എത്ര രൂപയാകുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? ഈസിക്കൽ ടു എത്ര മിനിറ്റ് ആണ് ഞാൻ സംസാരിച്ചത്? 20 മിനിറ്റ് ആണ് ഞാൻ സംസാരിച്ചത്. 20 മിനിറ്റിന്റെ സെല്ലിൽ കൊണ്ട് മൗസിന്റെ കൾസർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ദെൻ എന്താണ്? ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ് സംസാരിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് ഇൻറ്റു 25. ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഒരു മിനിറ്റിന് 0.25 പൈസ. 25 പൈസയാണ് പെർ മിനിറ്റിന്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മിനിറ്റിന് ഞാൻ സംസാരിച്ചു? എത്ര രൂപയ്ക്ക് സംസാരിച്ചു? 20 മിനിറ്റ് സംസാരിക്കുന്നതിന് എനിക്ക് ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ 5 രൂപയാണ് ആയേക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ എല്ലാത്തിനെയും എനിക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഇങ്ങനെ ഒത്തിരി ലാർജ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്നിന്റെയും എനിക്കിത് ഇപ്പോൾ എയർടെൽ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഞാൻ 20 മിനിറ്റ് സംസാരിച്ചു. ഒരു മിനിറ്റ് സംസാരിക്കുന്നതിന് 30 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് സംസാരിച്ചതിന് എയർടെൽ നെറ്റ്വർക്കിൽ എത്ര രൂപ ചാർജ് ആയി എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈസിക്കൽ ടു 20 മിനിറ്റ് ഞാൻ സംസാരിച്ചു, ദെൻ 20 മിനിറ്റ് ഇൻറ്റു എയർടെൽ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ പെർ മിനിറ്റിന് 30 പൈസയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എയർടെൽ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ പെർ 30 പൈസ എന്നുള്ള സെൽ സെലക്ട് ചെയ്യുക. ദെൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. നോക്കി 6 രൂപയായി. ഇനി ഇതുപോലെ എനിക്ക് BSNL എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ സംസാരിച്ചു. 20 മിനിറ്റ് ആണ് ഞാൻ സംസാരിച്ചിരുന്നത്. ഈസിക്കൽ ടു 20 മിനിറ്റ് ഇൻറ്റു ഇതെന്താ BSNL എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ പെർ മിനിറ്റിന് 35 പൈസയാണ്. 35 പൈസ. ദെൻ എൻ്റർ ബട്ടൺ അടിച്ചപ്പോൾ എത്രയായി? 7 രൂപയായി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ മക്കളെ, ഇതിൻ്റെ അകത്ത് ഓരോന്നും ഇങ്ങനെ ഇൻഡിവിജ്വലി ചെയ്യുക, അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഞാൻ സംസാരിച്ചത് ഓരോ നെറ്റ്വർക്കിലും ഡിഫറെൻറ്റ് റേറ്റിലാണ് സംസാരിച്ചേക്കുന്നത് അല്ലേ. ഓരോന്നിനെയും റേറ്റ് ഇൻഡിവിജ്വലി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഗുണിച്ച് കണ്ടുപിടിക്കുക എളുപ്പമാണോ? അല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കും. ഓക്കെ, മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് പൊസിഷനിൽ കിടക്കുന്ന എക്സൽ ഷീറ്റിന്റെ അകത്തെ 2 ഡിഫറെന്റ് പൊസിഷനിൽ കിടക്കുന്ന 2 സെല്ലിലെ ഡേറ്റാസ് തമ്മിൽ ഗുണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമുല ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ഥലത്തും എന്ത് ചെയ്യുന്നു? ഒന്നിൽ നമ്മൾ സെൽ ലോക്കും ഒന്നിൽ നമ്മൾ റോ ലോക്കും ഉപയോഗിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ആദ്യത്തെ ഒരു നെറ്റ്വർക്കിന്റെ മാത്രം ഞാൻ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പെർ മിനിറ്റിന്റെ റേറ്റ് കണ്ടുപിടിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. അന്നേരം ഞാൻ ഉപയോഗിക്കുന്ന ലോക്കിംഗ് സിസ്റ്റം ആയിരിക്കും ഒന്നിലെ സെൽ ലോക്കും മറ്റൊന്നിലെ റോ ലോക്കും ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഏതിലാണ് സെൽ ലോക്ക് ഉപയോഗിക്കേണ്ടത്, ഏതിലാണ് റോ ലോക്ക് ഉപയോഗിക്കേണ്ടത് പറഞ്ഞു തരാം. ഇങ്ങോട്ട് നോക്കുക, ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്കുകൾ കിടക്കുന്നുണ്ട് അല്ലെ. ഐഡിയ, എയർടെൽ, BSNL. അതിന്റെ പെർ റേറ്റ് കിടക്കുന്നുണ്ട്. അത് കിടക്കുന്നത് 3 എന്ന് പറയുന്ന റോയിലാണ് കിടക്കുന്നത്. റേറ്റ് കിടക്കുന്നത് ഏത് റോയിലാണ് കിടക്കുന്നത്? റേറ്റ് കിടക്കുന്നത് 3 എന്ന് പറയുന്ന റോയിലാണ് എന്ത് കിടക്കുന്നത്? റേറ്റ് കിടക്കുന്നത്. ദെൻ ബി എന്ന് പറയുന്ന കോളത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത്?
സംസാരിച്ചേക്കുന്ന പെർ മിനിറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ റേറ്റ് എല്ലാം കിടക്കുന്നത് സെയിം റോയിലായതുകൊണ്ട് 3 എന്ന് പറയുന്ന റോയെ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തും. അതേ സെയിം രീതിയിൽ തന്നെ എന്താണ് സംസാരിച്ച മിനിറ്റ് എല്ലാം കിടക്കുന്നത് കോളത്തിലായതുകൊണ്ട് നമ്മൾ ബി എന്ന് പറയുന്ന കോളത്തെയും ലോക്ക് ചെയ്ത് നിർത്തും. അതായത് ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ 20 മിനിറ്റ് സംസാരിച്ചു. ഒരു മിനിറ്റ് സംസാരിക്കുന്നതിന് 25 പൈസയാണ് പെർ മിനിറ്റിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. ഈ ഐഡിയയിൽ 25 മിനിറ്റ് ഐഡിയയിൽ 20 മിനിറ്റ് സംസാരിച്ച് പെർ മിനിറ്റിന് 25 പൈസ വെച്ചാണെങ്കിൽ ടോട്ടൽ എത്ര രൂപയാകുമെന്നാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഈ D4 എന്ന് പറയുന്ന സെല്ലിൽ കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഈസിക്കൽ ടു ദെൻ 20 മിനിറ്റ് ആണ് ഞാൻ ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ സംസാരിച്ചത്. ഇതിന്റെ അകത്ത് സംസാരിച്ച മിനിറ്റിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന കോളത്തിലാണ് അല്ലെ. 20 മിനിറ്റ് സംസാരിച്ചത് B4 എന്ന് പറയുന്ന കോളത്തിൽ, 10 മിനിറ്റ് സംസാരിച്ചത് B5, 15 മിനിറ്റ് സംസാരിച്ചത് B6, 16 മിനിറ്റ് 5 മിനിറ്റ് സംസാരിച്ചത് B7 എന്ന് പറയുന്ന റോയിൽ. ഓക്കെ, എല്ലാത്തിലും പെർ മിനിറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? പെർ മിനിറ്റിൽ മിനിറ്റ് എന്ന് പറയുന്ന ഓരോ മിനിറ്റ് കിടക്കുന്നതും സെയിം കോളത്തിൽ തന്നെ കിടക്കുന്നത്. ബി എന്ന് പറയുന്ന കോളത്തിൽ തന്നെ കിടക്കുന്നത്. ഇവിടെ സെയിം കോളത്തിലായതുകൊണ്ട് കോളത്തെ മാത്രം ലോക്ക് ചെയ്ത് നിർത്തുന്നു. F4 ഒന്ന് ഉപയോഗിക്കുക. F4 ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ എന്തായി? സെൽ ലോക്കായി മാറി. F4 ഒന്നോടെ പ്രസ് ചെയ്തപ്പോൾ എന്തായി മാറി? റോ ലോക്കായി മാറി. F4 ഒന്നോടെ പ്രസ് ചെയ്തപ്പോൾ എന്തായി മാറി? നമ്മൾ കോളൻ ലോക്കായി മാറി. ഇൻറ്റു ദെൻ എന്ത് ചെയ്യുക? ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ 25 മിനിറ്റ് സംസാരിക്കുന്നതിന് എത്ര രൂപയാകുന്നു എന്നാണ് നോക്കണ്ടേ. 20 മിനിറ്റ് സംസാരിക്കുന്നതിന് എത്ര രൂപയാകുന്നു നോക്കണ്ടേ. സോ 20 മിനിറ്റ് ഇൻറ്റു പെർ മിനിറ്റിൽ ഐഡിയയുടെ കോൾ നിരക്ക് എത്ര? 25 പൈസ. ആ സെല്ലിൽ കൊണ്ടേ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, 3 എന്ന് പറയുന്ന റോയിലാണ് എന്ത് കിടക്കുന്നത്? വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്കിന്റെ ചാർജുകളെല്ലാം കിടക്കുന്നത് അല്ലെ. D3 എന്ന് പറയുന്ന കോളത്തിൽ ഐഡിയയുടെ നെറ്റ്വർക്കിന്റെ കിടക്കുന്നു. എയർടെലിന്റെ E3 എന്ന് പറയുന്ന സെല്ല് 30 പൈസ കിടക്കുന്നു. BSNL എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണെങ്കിൽ പെർ മിനിറ്റ് 35 പൈസ. അതെവിടെ കിടക്കുന്നത്? F3യിലാണ് കിടക്കുന്നത്. D3, E3, F3 റേറ്റ് മൊത്തം കിടക്കുന്നത് 3 എന്ന് പറയുന്ന റോയിലാണ് കിടക്കുന്നത്. സോ റേറ്റിനെ നമ്മൾ എന്ത് ചെയ്ത് നിർത്തുന്നു? റേറ്റ് കിടക്കുന്ന റോബേഴ്സ് ആയതുകൊണ്ട് നമ്മൾ റോയിൽ ലോക്ക് ചെയ്ത് നിർത്തുന്നു. ഇങ്ങോട്ട് നോക്കുക, ഏറ്റവും പ്രസ് ചെയ്തപ്പോൾ അതെന്തായി മാറി? സെൽ ലോക്കായി. ഒന്നോടെ പ്രസ് ചെയ്തപ്പോൾ റോ ലോക്കായി മാറി. ഇങ്ങോട്ട് നോക്കി, ഇപ്പൊ പെർ മിനിറ്റ് എന്ന് പറയുന്നതിൽ മിനിറ്റ് ഇൻറ്റു റേറ്റ് പെർ മിനിറ്റ് അല്ല, ടോട്ടൽ മിനിറ്റ് ഇൻറ്റു ടോട്ടൽ സംസാരിച്ചത് എത്ര മിനിറ്റ് ആണോ അതേ ഇൻറ്റു ഒരു മിനിറ്റ് സംസാരിച്ചതിന് എത്ര രൂപയാണ്? 25 പൈസ. അത് പരസ്പരം കുടിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഐഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ 20 മിനിറ്റ് സംസാരിച്ചതിന്റെ ടോട്ടൽ റേറ്റ് കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഇതിന്റെ അകത്ത് ഐഡിയ എന്ന് പറയുന്നത് നെറ്റ്വർക്കിൽ എത്ര മിനിറ്റ് സംസാരിച്ചു? ടോട്ടൽ 20 മിനിറ്റ് സംസാരിച്ചു. 20 മിനിറ്റ് എന്ന് കിടക്കുന്നത് B4 എന്ന് പറയുന്ന കോളത്തിലാണ്. അതിൻ്റെ അകത്ത് ബി എന്ന് പറയുന്ന കോളത്തെ ലോക്ക് ചെയ്ത് നിർത്തി. കാരണം റേറ്റ് നമ്മുടെ സംസാരിച്ചേക്കുന്ന മിനിറ്റ് കിടക്കുന്നത് ബി എന്ന് പറയുന്ന കോളത്തിലാണ്. ദെൻ നോക്കുക, റേറ്റ് കിടക്കുന്നത് ഐഡിയയുടെ റേറ്റ് പെർ മിനിറ്റിന്റെ റേറ്റ് കിടക്കുന്നത് 25 പൈസയാണ്. അത് D3 എന്ന് പറയുന്ന സെല്ലാണ് കിടക്കുന്നത്. റേറ്റുകളെല്ലാം വ്യത്യസ്ത നെറ്റ്വർക്കിന്റെ കിടക്കുന്നത് 3 എന്ന് പറയുന്ന റോയിലായതുകൊണ്ട് റോയിൽ നമ്മൾ റേറ്റിന്റെ സെൽ റെഫറൻസിന്റെ അകത്ത് ലോക്ക് നിർത്തി. ഇവിടെ രണ്ടെണ്ണത്തിന്റെ ലോക്ക് വരുന്നുണ്ട്. ഒരു സെൽ പരസ്പരം കുടിക്കേണ്ട പെർ മിനിറ്റ് ഇൻറ്റു റേറ്റ് പെർ മിനിറ്റ് ആണ് ഇക്വേഷൻ അല്ലെ. ടോട്ടൽ മിനിറ്റ് എത്ര മിനിറ്റ് സംസാരിച്ച് ഇൻറ്റു റേറ്റ് പെർ മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ടോട്ടൽ എത്ര മിനിറ്റ് സംസാരിച്ചതിന്റെ റേറ്റ് എത്രയെന്ന്, ടോട്ടൽ റേറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ടോട്ടൽ മിനിറ്റ് ഇൻറ്റു ടോട്ടൽ റേറ്റ് പെർ മിനിറ്റ് ഗുണിച്ചപ്പോൾ രണ്ട് സെൽ റെഫറൻസിലും ഒന്നിൽ കോളൻ ലോക്കും ഒന്നിൽ റോ ലോക്കും ഉപയോഗിച്ചു അല്ലെ. ഈ കോളൻ ലോക്കും റോ ലോക്കും ഒരുമിച്ച് ഉപയോഗിച്ചതിനാൽ ഈ ഒരു റെഫറൻസിനെ വിളിക്കുന്ന പേരായിരിക്കും മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, വലത്തുവശത്തേക്ക് ഞാൻ ഡ്രാഗ് ചെയ്യുന്നു മൗസ്. ആദ്യത്തെ ഒരു സെല്ലിന്റെ ബട്ടൺ, ആദ്യത്തെ ഒരു നെറ്റ്വർക്കിന്റെ ചാർജ് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? അതിന്റെ റൈറ്റ് ബോട്ടം ആരേക്ക് പ്രസ് ചെയ്തുകൊണ്ട് വലത്തുവശത്തേക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ എല്ലാ നെറ്റ്വർക്കിനെയും കിട്ടി. ഇനി താഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തപ്പോൾ എന്താണ്? എല്ലാ നെറ്റ്വർക്കിന്റെയും കിട്ടി. ഇങ്ങോട്ട് നോക്കുക, 5 മിനിറ്റ് ഞാൻ BSNL എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ സംസാരിച്ചു. പെർ മിനിറ്റ് 35 പൈസ വെച്ച്. ടോട്ടൽ എത്ര രൂപ 5 മിനിറ്റ് സംസാരിച്ചതിന്? B7 ഇൻറ്റു B7ലാണ് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. F3യിലാണ് BSNLന്റെ പെർ മിനിറ്റിന്റെ റുപ്പീസ് കിടക്കുന്നത്. മൊത്തം 1.75 അല്ലെ. ഇങ്ങോട്ട് നോക്കുക, ഇതിൻ്റെ അകത്ത് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെല്ലിലും ഡിഫറെന്റ് സെല്ലിൽ കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ ഗുണിച്ചപ്പോൾ, അല്ലെങ്കിൽ ഡിഫറെന്റ് സെല്ലുകൾ കിടക്കുന്ന രണ്ട് ഡേറ്റാസ് നമ്മൾ ഗുണിച്ചപ്പോൾ ഒന്നിൽ കോളൻ ലോക്കും ഒന്നിൽ റോ ലോക്കും ഉപയോഗിച്ചു. ഈ തരത്തിൽ എന്താണ്? ഈ തരത്തിൽ ഒരു കോളൻ ലോക്കും അതുപോലെ തന്നെ റോ ലോക്കും ഒരുമിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വരുന്നു? ഇവിടെ റിലേറ്റീവ് സെൽ റെഫറൻസിന്റെയും അതുപോലെ തന്നെ മിക്സഡ് സെൽ റെഫറൻസിന്റെയും ഒരു കോമ്പിനേഷൻ വരുന്നു. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇൻസേർട്ട് ഷീറ്റ് റെഫറൻസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ.
എന്തിനാണ് ഇൻസേർട്ട് ഷീറ്റ് റെഫറൻസിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സൽ അതായത് ഒന്നിലധികം എക്സൽ വർക്ക് ബുക്കിലെ ഡേറ്റാസ് തമ്മിൽ പരസ്പരം മെർജ് ചെയ്ത് ഒന്നാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇൻസേർട്ട് ഷീറ്റ് റെഫറൻസിങ് എന്ന് പറയുന്നത്. എക്സൽ ഗീവ് ദ ഫെസിലിറ്റി ടു ലിങ്ക് ടുഗദർ മൾട്ടിപ്പിൾ വർക്ക് ബുക്ക് കീപ് ഡേറ്റ ഇന്റഗ്രേറ്റ്. അതായത് 2 എക്സൽ ബുക്കിൽ കിടക്കുന്ന ഡേറ്റയെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു എക്സൽ ഡേറ്റ വർക്ക് ബുക്കിലാക്കി മാറ്റുവാൻ നിങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് കണക്ഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പരസ്പര ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നു ഒന്നാണ് ഇൻസേർട്ട് ഷീറ്റ് റെഫറൻസിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരുപോലത്തെ 2 ഡേറ്റ 2 ഡിഫറെന്റ് ആയിട്ടുള്ള എക്സൽ വർക്ക് ബുക്കിൽ കിടക്കുക എന്ന് കരുതുക. ആ 2 ഡേറ്റാബേസിനെ ഒരുമിച്ച് ആ എക്സൽ ഷീറ്റിൽ കിടക്കുന്ന ഈ 2 ഡേറ്റാബേസുകളെയും എന്താണ് പരസ്പരം ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം കൂട്ടിച്ചേർത്ത് ഒന്നാക്കി മാറ്റണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഇൻസേർട്ട് ഇന്റർ ഷീറ്റ് റെഫറൻസിംഗ് എന്ന് പറയുന്നത്. ഇന്റർ ഷീറ്റ് റെഫറൻസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡേറ്റാബേസിൽ 2 എക്സൽ ഷീറ്റിലെ എക്സലിലെ 2 ഒരു കമ്പ്യൂട്ടറിന്റെ അകത്തെ 2 എക്സൽ ഡേറ്റാബേസിൽ കിടക്കുന്ന ഒരുപോലത്തെ വിവരങ്ങളെ പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കൂട്ടി ഒന്നാക്കി മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഇന്റർ ഷീറ്റ് റെഫറൻസിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ സെൽ റെഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സൽ വർക്ക് ബുക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ എന്താണ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സൽ വർക്ക് ബുക്ക് കിടക്കുന്നുണ്ട്. ഇതേ സെയിം ഡേറ്റ സെൽ റെഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സൽ വർക്ക് ബുക്ക് കിടക്കുന്നുണ്ട് അല്ലേ? ഇതേ സെയിം രീതിയിൽ എന്താണ് നമുക്ക് പുതിയൊരു എക്സൽ വർക്ക് ബുക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ റിലേറ്റ് സെൽ റെഫറൻസിന്റെ അകത്ത് ഇവിടെ ടോട്ടൽ റേറ്റ് കിടക്കുന്നുണ്ട്. ടോട്ടൽ റേറ്റ് എങ്ങനെ കിട്ടിയേക്കുന്നത്? ഇവിടെ സെൽ റെഫറൻസ് എന്ന് പറഞ്ഞ എക്സൽ വർക്ക് ബുക്കിന്റെ അകത്ത് കുറച്ച് ക്വാണ്ടിറ്റിയും അതുപോലെ കുറച്ച് സ്റ്റോക്ക് ഐറ്റത്തിന്റെ പേരും ക്വാണ്ടിറ്റിയും റേറ്റ് പെർ യൂണിറ്റും ടോട്ടൽ റേറ്റും കിടക്കുന്നുണ്ട്. എനിക്ക് ഈ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് പുതിയൊരു എക്സൽ വർക്ക് ബുക്കിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എക്സൽ വർക്ക് ബുക്കിന്റെ പേരാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി പുതിയൊരു എക്സൽ വർക്ക് ബുക്ക് ഞാൻ ആഡ് ചെയ്യാണ്. Ctrl+N പ്രസ് ചെയ്തു. അപ്പോൾ പുതിയൊരു എക്സൽ വർക്ക് ബുക്ക് കൂടി ആഡ് ചെയ്തു. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് ഇവിടെ 2 രീതിയിൽ എക്സൽ വർക്ക് ബുക്ക് കിടക്കുന്നുണ്ട് അല്ലെ? ഈ എക്സൽ വർക്ക് ബുക്കിന്റെ പേരാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സൽ വർക്ക് ബുക്കിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? രണ്ടാമത്തെ എക്സൽ വർക്ക് ബുക്കിന്റെ പേരാണ് ബുക്ക് 1 എന്ന് പറയുന്നത്. നോക്കി, ഇവിടെ 2 എക്സൽ വർക്ക് ബുക്കുകളാണ് കിടക്കുന്നത്. ഇതിന്റെ അകത്ത് ഈ ടോട്ടൽ റേറ്റും അതുപോലെ ഈ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പുതിയൊരു വർക്ക് ബുക്കിലേക്ക് ആക്കുവാണ്. ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ ഒരു ഫസ്റ്റ് വർക്ക് ബുക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ തിരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എവിടെ റിഫ്ലക്ട് ചെയ്യണം? എന്റെ പുതിയ വർക്ക് ബുക്കിൽ റിഫ്ലക്ട് ചെയ്യണം. ആ രീതിയിൽ പരസ്പരം എന്ത് ചെയ്യണം? എനിക്ക് ആ 2 എക്സൽ വർക്ക് ബുക്കുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കണം. അതിനെ എന്നെ സഹായിക്കുന്ന ഒന്നാണ് ഇന്റർ സെൽ റെഫറൻസിംഗ് എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ 2 വർക്ക് ബുക്കാണ് കിടക്കുന്നത്, സെൽ റെഫറൻസിംഗും അതുപോലെ തന്നെ ബുക്ക് 1. ഈ 2 വർക്ക് ബുക്കുകൾ പരസ്പരം എന്താണ് കണക്ട് ചെയ്യണം എനിക്ക്. അതിനെന്നെ സഹായിക്കുന്ന ഒന്നാണ് പേസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതായത് ഞാൻ ഈ ഒരു ഫസ്റ്റ് ഡേറ്റാബേസിൽ കിടക്കുന്ന ടോട്ടൽ റേറ്റ് എന്നുള്ളത് ഈ ഒരു ബുക്ക് 2 ബുക്ക് സെൽ റെഫറൻസ് എന്ന് പറയുന്ന വർക്ക് ബുക്കിൽ കിടക്കുന്ന ടോട്ടൽ റേറ്റ് മൊത്തം ഞാൻ എന്താണ് ബുക്ക് 1 എന്ന് പറയുന്ന രണ്ടാമത്തെ എക്സൽ വർക്ക് ബുക്കിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കലി എന്താണ് എന്റെ സെൽ റെഫറൻസ് എന്ന് പറയുന്ന ഈ ഡേറ്റയിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അതിന് എന്നെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഇന്റർ സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അതിനെ സഹായിക്കുന്ന എക്സലിലെ കോപ്പി പേസ്റ്റിംഗ് മെത്തേഡാണ് പേസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്യുന്നു, ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഹോം എന്ന് പറയുന്ന ടാബില് കോപ്പി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. എന്താ ചെയ്ത് ഞാൻ ആ ഡേറ്റാബേസ് മുഴുവൻ സെലക്ട് ചെയ്തു. ഏത് 2 ഡേറ്റാബേസ് തമ്മിലാണോ എനിക്ക് പരസ്പരം ലിങ്ക് ഉണ്ടാക്കേണ്ടത് ആ 2 ഡേറ്റാബേസ് ജസ്റ്റ് എന്താണ് സെലക്ട് ചെയ്തു ഞാൻ. അതിനുശേഷം എന്ത് ചെയ്തു, ഏത് ഡേറ്റാബേസിൽ നിന്നാണോ എനിക്ക് ഡേറ്റാസ് എടുത്ത് പുതിയ വർക്ക് ബുക്കിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് അതിന് ആ ഒരു ഡേറ്റാബേസിൽ നിന്നും ഏത് ഡേറ്റാബേസിൽ നിന്നാണോ ഡേറ്റാസ് എടുക്കേണ്ടത് ആ ഡേറ്റാബേസിലെ ഡേറ്റ മുഴുവൻ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ എനിക്ക് എന്താണ് സെൽ റെഫറൻസ് എന്ന് പറയുന്ന വർക്ക് ബുക്കിൽ നിന്നും ഡേറ്റ എടുത്ത് ബുക്ക് 1 കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. ദെൻ ഓട്ടോമാറ്റിക്കലി സെൽ റെഫറൻസ് എന്ന് പറയുന്ന ഡേറ്റാബേസിൽ കിടക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എവിടെ റിഫ്ലക്ട് ചെയ്യും? ഞാൻ രണ്ടാമത് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ബുക്ക് 1 അകത്ത് അത് റിഫ്ലക്ട് ചെയ്യും. നമുക്കത് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന്. അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്ന കാര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ അത് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു ഏറ്റവും ആദ്യമേ. ദെൻ ഹോം എന്ന് പറയുന്ന ടാബില് കോപ്പി എന്ന് പറയുന്ന ഐക്കണിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ദെൻ ഏത് ഡേറ്റാബേസിലാണോ വേണ്ടത്, ഏത് വർക്ക് ബുക്കിലേക്കാണോ വേണ്ടത് ആ വർക്ക് ബുക്കിൽ കൊണ്ട് മൗസിന്റെ കൾസർ വെച്ചു. ദെൻ എവിടെ വേണം, ഹോം എന്ന് പറയുന്ന ടാബില്
പേസ്റ്റ് എന്ന് പറയുന്ന ഐക്കണിന്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴേക്കുള്ള ബോക്സിനകത്ത് നിങ്ങൾക്ക് കാണാം എന്തെന്ന് പറഞ്ഞുകൊണ്ട് പേസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാം. നോക്കി, ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡേറ്റ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തുകയാണ്. ഇവിടെ ഇപ്പൊ പെൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 പീസിൽ വന്നേക്കുന്നേ, ഞാനത് 200 ആക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി നോക്കി, ബുക്ക് 1 സെൽ റെഫറൻസ് എന്ന് പറയുന്ന ബുക്കിലും വ്യത്യാസം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്താണ് ബുക്ക് 2ലും 10,000 1000 എന്ന് പറഞ്ഞ് വ്യത്യാസം വന്നു. ഇനി ഞാൻ ഇത് 0 ആക്കുകയാണ്. ഞാൻ ബുക്ക് എവിടെ നിന്നാണ് കോപ്പി പേസ്റ്റ് ചെയ്തേക്കുന്നത്, സോഴ്സ് ഡേറ്റ, ഇത് സോഴ്സ് ഡേറ്റയും ഇത് പേസ്റ്റിംഗ് ഡേറ്റയുമാണ്. സോഴ്സ് ഡേറ്റയിൽ ഞാൻ വ്യത്യാസം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേസ്റ്റ് ഡേറ്റയിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ പെൻസിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയും നോക്കുക. പെൻസിൽ എന്ന് പറയുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 ആണ്. ഓട്ടോമാറ്റിക്കലി 75 ടോട്ടൽ റേറ്റ് അതിന്റെ. ദെൻ നോക്കുക, ഇവിടെ 75 വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 15,000 പീസ് ആക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി എന്തായി മാറി, 75,000 ആയി മാറി. ഇതും 75,000 ആയി മാറി. ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സൽ വർക്ക് ബുക്കിലെ ഡേറ്റകൾ തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സൽ വർക്ക് ബുക്കിലെ ഡേറ്റാസുകൾ തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഇന്റർ സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഷീറ്റുകൾ തമ്മിലാണോ പരസ്പരം കണക്ഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന അത് ആ രണ്ടെണ്ണത്തിന് പേര് കൊടുക്കുക. ഒന്നിന്റെ പേരാണ് സെൽ റെഫറൻസ്. അതിന്റെ അകത്ത് റിലേറ്റീവ് സെൽ റെഫറൻസ് പറയുന്ന ഷീറ്റിന്റെ അകത്ത് കിടക്കുന്ന ടോട്ടൽ റേറ്റ് ആണ് എനിക്ക് രണ്ടാമത്തെ ബുക്ക് 1 ആയ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സൽ വർക്ക് ബുക്കിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഏത് ഡേറ്റാബേസ് ആണോ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ വർക്ക് ബുക്കിലേക്ക്, അത് ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഹോം എന്ന് പറയുന്ന ടാബിൽ കോപ്പി ഐക്കണിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. എവിടെയാണോ വേണ്ടത് രണ്ടാമത്തെ എക്സൽ വർക്ക് ബുക്കിലേക്ക് വന്നു. ദെൻ ഹോം എന്ന് പറയുന്ന ടാബിൽ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷന്റെ അകത്ത് അതിന്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന്റെ അകത്ത് പേസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി എന്തായി, രണ്ട് വർക്ക് ബുക്കിലെ ഡേറ്റാസും തമ്മിൽ ഒരു ലിങ്ക് ആയിട്ടുണ്ട്. ദെൻ എന്താണ്, ഞാൻ ഒരു ഡേറ്റാബേസിൽ വ്യത്യാസം വരുത്താണ്. ഇവിടെ എന്താണ്, ഇവിടെ വ്യത്യാസം വന്നേക്ക് നോക്കുക എങ്ങനെയാണ്. ഇവിടെ പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി 10 ആണ്. റേറ്റ് പെർ യൂണിറ്റ് 5 ആണ്. ടോട്ടൽ റേറ്റ് 50 തന്നെയാണ്. അത് തന്നെയാണ് ആ ടോട്ടൽ റേറ്റ് തന്നെയാണ് ബുക്ക് 1ലേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബുക്ക് 1 എന്ന് പറഞ്ഞ വർക്ക് ഷീറ്റിൽ കിടക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ 500 ആക്കുകയാണ്. 5000 ആക്കി അതിന്റെ റേറ്റ്. ഓട്ടോമാറ്റിക്കലി എന്തായി, 50,000 ആയി അതിന്റെ ടോട്ടൽ റേറ്റ്. പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഓട്ടോമാറ്റിക്കലി കോപ്പി പേസ്റ്റ് ചെയ്ത ഡേറ്റയിലും ഇത് തന്നെയായി അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചേക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സെൽ റെഫറൻസ്. സെൽ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ എക്സൽ വർക്ക് ബുക്കിലെ ഓരോ ഡേറ്റയും കിടക്കുന്ന സെല്ലിന്റെ പേരാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ റിലേറ്റീവ് സെൽ റെഫറൻസ് പഠിച്ചു. റിലേറ്റീവ് സെൽ റെഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരേ റോയിലോ ഒരേ കോളത്തിലോ പരസ്പരം രണ്ട് ഡിഫറൻറ്റ് സെല്ലിൽ കിടക്കുന്ന ഡേറ്റാസ് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമുലാസ് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൗസിന്റെ സെൽ ഡ്രാഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ളതിൻ്റെയൊക്കെ നമുക്ക് റിസൾട്ട് ഓട്ടോമാറ്റിക്കലി കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഒരേ റോയിലോ ഒരേ കോളത്തിലോ രണ്ട് ഡിഫറൻറ്റ് സെല്ലിൽ കിടക്കുന്ന ഡേറ്റാസ് പരസ്പരം ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമുക്ക് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഇനി അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് പൊസിഷനിൽ കിടക്കുന്ന രണ്ട് ഡിഫറെന്റ് പൊസിഷനിൽ കിടക്കുന്ന രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റോയിലും ഡിഫറെന്റ് ആയിട്ടുള്ള കോളത്തിലും കിടക്കുന്ന രണ്ട് ഡേറ്റാസ് നമ്മൾ ഗുണിക്കുമ്പോഴോ ഹരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിക്കുമ്പോഴോ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതിനെയാണ്, ഏതെങ്കിലും ഒരു സെൽ റെഫറൻസിൽ ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി മിക്സഡ് സെൽ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിൽ കിടക്കുന്ന രണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിലെ ഡിഫറെന്റ് ആയിട്ടുള്ള റോയിലും കോളത്തിലും രണ്ട് സെല്ലിലെ ഡാറ്റാബേസുകൾ തമ്മിൽ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സെൽ റെഫറൻസിലെ കോളം ലോക്കും മറ്റൊരു സെൽ റെഫറൻസിൽ റോ ലോക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സെൽ റെഫറൻസ് രീതിയായിരിക്കും മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇന്റർ സെൽ റെഫറൻസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിൽ കിടക്കുന്ന രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സൽ വർക്ക് ബുക്കിലെ ഡേറ്റാബേസുകൾ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് ഒരു പരസ്പര ബന്ധം ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഇന്റർ സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.